Hello friends, welcome to us. We will look at KTU question paper solution. Digital electronics is the subject question paper. We will discuss it. Exam details digital electronics is electrical paper. S4 electrical paper. Digital electronics is June 2023 question paper. This exam subject is 2019 scheme question paper. Module wise cover first module June 2023 questions in this session. Okay? Start just module 1 contents module 1 main number system number system different number system binary octal hexadecimal number system different type of number systems conversions ASCII code XS3 code gray code BCD code error detection codes this number system basics signed numbers operations different operations positive numbers and negative numbers logic gates different basic gates universal gates logic family different logic families ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ module 1 ൽ വരുന്നത്. അപ്പോൾ ഈ module 1 ൽ നമുക്ക് ചോദിച്ചിട്ടുള്ള questions ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ നമുക്കറിയാം രണ്ട് പാർട്ടുകളായിട്ടാണ് questions ഉണ്ടാവുക, പാർട്ട് എ യും പാർട്ട് ബി യും. പാർട്ട് എ എന്ന് പറയുന്നത് ഒരു മൊഡ്യൂളിൽ നിന്ന് രണ്ട് questions ആണ് ഉണ്ടാവുക. ആ രണ്ട് questions നമ്മൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. ആ രണ്ട് questions-ന്റെ മാർക്ക് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ പാർട്ട് എയിൽ രണ്ട് questions ആണ് ഒരു മൊഡ്യൂളിൽ നിന്ന് ഉണ്ടാവുക. ആ രണ്ട് questions-ഉം നമ്മൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള question എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് question എന്ന് പറയുന്നത് convert 10110010 to hexadecimal and octal. ഒരു number system conversion ആണ് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന question. Second വന്നിരിക്കുന്നത് draw the truth table and explain the operation of XOR and XNOR gates. വളരെ ബേസിക് ആയിട്ടുള്ള രണ്ട് questions ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് വർക്കൗട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് വരുന്നത് ഇതാണ് convert 10110010 to hexadecimal and octal. അതായത് നമ്പർ സിസ്റ്റത്തിന്റെ കൺവേർഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ നമ്പർ സിസ്റ്റത്തിന്റെ കൺവേർഷൻ എന്ന് പറയുന്നത് ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന കോഡ് എന്ന് പറയുന്നത് ഇതാണ് 10110010. ഇതിനെ നമ്മൾ ഹെക്സാഡെസിമലിലേക്കും കൺവേർട്ട് ചെയ്യണം, ഒക്ടലിലേക്കും കൺവേർട്ട് ചെയ്യണം. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കൺവേർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഹെക്സാഡെസിമൽ കൺവേർഷൻ ചെയ്യാം. അപ്പോൾ ഹെക്സാഡെസിമൽ കൺവേർഷൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്? ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക്. അപ്പോൾ തന്നിരിക്കുന്ന നമ്പർ സിസ്റ്റം തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഏത് നമ്പർ സിസ്റ്റത്തിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? ബൈനറിയിലാണ്. എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? കാരണം ആ നമ്പർ സിസ്റ്റത്തിൽ വൺസും സീറോസും മാത്രമേ ഉള്ളൂ. വൺസും സീറോസും മാത്രം സിമ്പിൾസ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്? ബൈനറി നമ്പർ സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പേഴ്സിനെ നമ്മൾ അതേപടി എടുത്തെഴുതാം. ദാറ്റ് ഈസ് 10110010. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ. ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് ഇതിനെ നമ്മൾ ഹെക്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 നമ്പേഴ്സ് വരുന്ന ഗ്രൂപ്പായിട്ട് ഇതിനെ തിരിക്കാം. 4 സിമ്പിൾസ്, നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റില്ല കാരണം 4 സിമ്പിൾസ് ആണ് ഇതല്ലേ. ഈ 0 ഒരു സിമ്പിളാണ്, 1 ഒരു സിമ്പിളാണ്, 0 വേറൊരു സിമ്പിളാണ്. അങ്ങനെ 4 സിമ്പിൾസ് വരുന്ന ഓരോ ഗ്രൂപ്പുകളാക്കിയിട്ട് നമ്മൾ ഇതിനെ തിരിക്കാം. അപ്പോൾ ഗ്രൂപ്പുകളാക്കി തിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് വേണം ഗ്രൂപ്പായിട്ട് തിരിക്കാൻ. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം ഗ്രൂപ്പിംഗ്. അപ്പോൾ 1 2 3 4 4 നമ്പർ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ്, പിന്നെ 1 2 3 4 അടുത്ത 4 നമ്പർ. അപ്പോൾ നമുക്ക് 2 ഗ്രൂപ്പുകളായിട്ട് കിട്ടി. അപ്പോൾ നമുക്കറിയാം ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഓരോ പർട്ടിക്കുലർ ഡിജിറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്? ഒരു ഹെക്സാഡെസിമൽ നമ്പർ ഉണ്ടാവും. അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ 0000 എന്ന് പറയുന്ന ഒരു ബൈനറി നമ്പറാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ എത്രയാണ്? 0 ആണ്. അതേപോലെ 0001 ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അതേപോലെ എല്ലാത്തിനും 0 മുതൽ F വരെ ഉള്ള ഹെക്സാഡെസിമൽ സിമ്പിൾസിന്റെ കറസ്പോണ്ടിങ് ബൈനറി കോഡ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മളോട് ഫസ്റ്റ് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത് ഇയാളെയാണ്. കണ്ടോ, 4 നമ്പേഴ്സ് ഉണ്ടല്ലോ, 4 സിമ്പിൾസ് ഉണ്ടല്ലോ, 0010.
അപ്പോൾ ഈ 0010 എന്ന് പറയുന്നത് ഏത് ഹെക്സാഡെസിമൽ നമ്പറിന്റെ ഇക്വലന്റ് ബൈനറി റെപ്രസെന്റേഷൻ ആണെന്ന് നമുക്കറിയണം. ഒന്നുകിൽ നമ്മൾ ആ ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് ഓർത്തിരിക്കാം, അല്ലെങ്കിൽ ഈ ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും 0 മുതൽ 9 വരെ എങ്ങനെയാണോ ബൈനറി എഴുതുന്നത് അത് തന്നെയാണ് ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ. 0000, 0001, 0010, 0011, അങ്ങനെ 1001 വരെ 1001 വരെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി റിപ്രസെന്റേഷൻ ഇങ്ങനെയാണ്. ഓക്കെ, ഇതിൻ്റെ ഇടയിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ സെയിം തന്നെയാണ്. അതിനുശേഷം വരുന്നത് 1001 കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന ബൈനറി എന്ന് പറയുന്നത് നമുക്കറിയാം 1010 ആണ്. 1010 എന്ന് പറയുന്നത് നമ്പറിന്റെ ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? A ആണ്. ഇതിന്റെ അടുത്ത നമ്പർ 1011 എന്ന് പറയുന്നതിന്റെ ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ B ആണ്. സിമിലർലി 1100 എന്ന് പറയുന്നതിന്റെ ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ C ആണ്. 1101 എന്ന് പറയുന്നതിന്റെ D ആണ്. സിമിലർലി 1110 എന്ന് പറയുന്നതിന്റെ F ആണ്. ആൻഡ് ദ ലാസ്റ്റ് 1111 എന്ന് പറയുന്നതിന്റെ ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ F ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഹെക്സാഡെസിമൽ കോഡ്സ് വരുന്നത്. അപ്പോൾ ഈ കോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണോ വരുന്നത് അത് ഹെക്സാഡെസിമൽ നമ്പർ അങ്ങ് എഴുതി കൊടുത്താൽ മതി. ഇപ്പം 0010 എന്ന് പറയുന്നതിന്റെ ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ എന്താണ്? 2. നമ്മളിവിടെ കുറച്ച് നമ്പർ വിട്ടില്ലേ? 0001, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് 0010, അത് എത്രയാണ്? 2. അതേപോലെ 0011, അത് എത്രയാണ്? 3. അങ്ങനെയാണ് എഴുതി നമ്മൾ 1001 വരെ എഴുതുന്നത്. ഇനി നെക്സ്റ്റ് നമ്പർ നോക്കാം, 1011. 1011 എന്ന് പറയുന്നത് എത്രയാണ് നോക്കിയേ? 1011 എന്ന് പറയുന്നത് നോക്കിയേ, 1011 എത്രയാണ്? B. സോ 1011ന്റെ ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ B ആണ്. അപ്പോൾ നമ്മൾ 10110010 എന്ന് പറയുന്ന ബൈനറി നമ്പറിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? B2. ഒന്നുകിൽ ഹെക്സാഡെസിമലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ H എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്ത് എഴുതാം? ഇതിന്റെ ബേസ് 16 ആണ്. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ വേണേൽ റെപ്രസെന്റ് ചെയ്യാം. B2 എന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് അതിന്റെ മാർക്ക് കിട്ടും. അപ്പോൾ ഇതിൽ 2 പാർട്ട് ഉണ്ട് അല്ലേ? ബൈനറിനെ ഹെക്സാഡെസിമലിലേക്ക് മാത്രം കൺവേർട്ട് ചെയ്താൽ പോരാ, ബൈനറിനെ ഒക്ടലിലേക്കും കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്ത് B2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 മാർക്കിന്റെ പകുതി കിട്ടും. അതായത് 1.5 മാർക്സ് അവിടുന്ന് കിട്ടും. ഇനി ബാക്കി 1.5 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതേ ബൈനറി നമ്പറിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി ഒക്ടൽ നമ്പർ സിസ്റ്റം എന്താണെന്ന് നോക്കാം. എന്താണ് ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്? ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് 8 ബേസ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം ആണ്. അതായത് 8 ഡിഫറെന്റ് സിംബൽസ് ഉള്ള നമ്പർ സിസ്റ്റം ആണ് ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇപ്പം 000, ഇതിന് നമ്മൾ 0 എന്ന് പറയും. 001, ഇതിന് നമ്മൾ 1 എന്ന് പറയും. 010 ഈസ് 2, 011 ഈസ് 3, 100 ഈസ് 4, 101 ഈസ് 5, 110 ഈസ് 6 ആൻഡ് 111 ഈസ് 7. ഇത്രയുമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സിംബൽസ്. 0 മുതൽ 7 വരെയുള്ള സിംബൽസ് ആണ് നമ്മൾ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി റിപ്രസെൻറ്റേഷൻ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും, ഓരോ ഒക്ടൽ സിംബലിനും കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ബിറ്റ് ബൈനറി റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യുന്നുണ്ട്? 3 ബിറ്റ്. നേരത്തെ ഹെക്സാഡെസിമൽ കൺവേർട്ട് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു? ഓരോ ഡിഫറെൻറ്റ് ഹെക്സാഡെസിമൽ സിംബലിനും 4 ബിറ്റ് ബൈനറി റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 3 ബിറ്റേ ഉള്ളൂ. അപ്പോൾ തന്നെ കൺവേർഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നേരത്തെ നമ്മൾ 4 പേരുടെ ഗ്രൂപ്പാണ് തിരിച്ചെങ്കിൽ ഇവിടെ നമ്മൾ എത്ര പേരുടെ ഗ്രൂപ്പായി തിരിക്കണം? 3 പേരുടെ ഗ്രൂപ്പായി തിരിക്കണം. വീണ്ടും നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എടുക്കാം. ദാറ്റ് ഈസ് 10110010. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള നമ്പർ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 3 പേരുടെ ഗ്രൂപ്പായിട്ട് തിരിക്കണം. എവിടുന്നാണ് നമ്മൾ തിരിക്കേണ്ടത്? റൈറ്റ് സൈഡിൽ നിന്ന് വേണം തിരിക്കാൻ. ഓക്കെ, 1 2 3 ഒരു ഗ്രൂപ്പ്, 1 2 3 ഒരു ഗ്രൂപ്പ്. പക്ഷേ അടുത്ത ഗ്രൂപ്പിൽ തിരിക്കാൻ നോക്കുന്ന സമയത്ത് 2 നമ്പേഴ്സേ ഉള്ളൂ, 3ാമത്തെ നമ്പർ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് 3 നമ്പർ ആക്കാൻ വേണ്ടി അവിടെ എന്ത് ചെയ്യണം? ഒരു 0 ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രൂപ്പാക്കി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ആയിട്ട് അതിന്റെ റെപ്രസെന്റേഷൻ ഇവിടെ ഉണ്ട്. ആ റെപ്രസെന്റേഷൻ എഴുതി വെച്ചാൽ മതി. 010 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഓക്കെ, 110 എത്രയാണ്? 6 ആണ്. 010 എത്രയാണ്? 2 ആണ്. സോ the equivalent octal representation for the given binary number is 262 in octal number system. ഓക്കെ, അപ്പോൾ ഈ 2 കൺവേർഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ ട്രൂത്ത് ടേബിൾ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഓപ്പറേഷൻ ഓഫ് XOR ആൻഡ് XNOR ഗേറ്റ്സ്.
നമുക്കറിയാം നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സും ബേസിക് ഗേറ്റ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് മൊഡ്യൂളിലെ സിലബസിലുണ്ട്. അതിൽ ബേസിക് ഗേറ്റ്സിൽ വരുന്നതാണ് ഏതൊക്കെ? ഓർ, ആൻഡ്, നോട്ട്, ആൻഡ്, പിന്നെ നാൻഡ്, നോറ്, എക്സോർ, എക്സ്നോർ. ഇത്രയും ഗേറ്റ്സ് ആണ് നമുക്ക് ബേസിക് ഗേറ്റ്സ് ആയിട്ട് വരുന്നത്. അതിൽ നാൻഡിനെയും നോറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ പക്ഷേ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എക്സോറും എക്സ്നോർ ഗേറ്റ്സിൻ്റെയും ട്രൂത്ത് ടേബിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ട്രൂത്ത് ടേബിൾ എഴുതുക, എന്നിട്ട് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അത് ട്രൂത്ത് ടേബിൾ നോക്കിയിട്ട് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. അത്രേ ചെയ്യാനുള്ളൂ. ഇപ്പം എക്സോർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ 2 ഇൻപുട്ട് എക്സോർ ആണ് കൺസിഡർ ചെയ്യുന്നത്. 2 ഇൻപുട്ട് എക്സോർ. 2 ഇൻപുട്ട് എക്സോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഇൻപുട്ട്? 2 ഇൻപുട്ട് എ ബി. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കൊടുക്കുക, സി ആയിക്കോട്ടെ. സോ എ ബി സി. സോ ദിസ് ഈസ് ദ ഇൻപുട്ട്, ദിസ് ഈസ് ദ ഔട്ട്പുട്ട്. എ ബി എന്ന് പറയുന്ന കോമ്പിനേഷൻ ഏതൊക്കെ വരാം? 2 ബിറ്റ്സ് ആകുമ്പോൾ 0 0 വരാം, 0 1 വരാം, 1 0 വരാം, 1 1 1 വരാം. ഈ 4 കോമ്പിനേഷൻസ് വരാം. ഈ 4 കോമ്പിനേഷൻസ് വരുമ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട്? എക്സോർ ആണെങ്കിൽ 0 0 ആണ് വരുന്നതെങ്കിൽ ദ ഔട്ട്പുട്ട് ഈസ് 0. 0 1 ആണ് വരുന്നതെങ്കിൽ ദ ഔട്ട്പുട്ട് ഈസ് 1. 1 0 ആണ് വരുന്നതെങ്കിൽ ദ ഔട്ട്പുട്ട് ഈസ് 1. 1 1 ആണ് വരുന്നതെങ്കിൽ ദ ഔട്ട്പുട്ട് ഈസ് 0. ദിസ് ഈസ് ദ ട്രൂത്ത് ടേബിൾ ഫോർ എക്സോർ ഗേറ്റ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ട്രൂത്ത് ടേബിളും ഓപ്പറേഷനുമാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ട്രൂത്ത് ടേബിൾ നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഒന്ന് നോക്കിയേ. ഔട്ട്പുട്ട് നമുക്ക് 1 കിട്ടുന്നത് 2 കേസിലാണ് അല്ലേ? എപ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടുന്നത്? 2 ഇൻപുട്ടും ഡിഫറൻ്റ് ആയിരിക്കുമ്പോൾ, എയും ബിയും ഡിഫറൻ്റ് ആയിരിക്കുമ്പോൾ, എ 0യും ബി 1ഉം, അല്ലെങ്കിൽ എ 1ഉം ബി 0യും. ഈ 2 കേസിലുമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഔട്ട്പുട്ട് 1 കിട്ടുന്നത്. ഒന്നുകിൽ നമുക്ക് അങ്ങനെ ഓപ്പറേഷൻ പറയാം. ദ ഔട്ട്പുട്ട് വിൽ ബി 1 ഇഫ് ദ 2 ഇൻപുട്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. 2 ഇൻപുട്സും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 2 ഇൻപുട്ടും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് ഈസ് 0. The output will be 0 if the 2 inputs are same. അങ്ങനെയാണ് നമ്മൾ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുക. ഇനി വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ എക്സ്പ്രഷൻ എഴുതണമെങ്കിൽ എക്സ്പ്രഷൻ എഴുതാം. എങ്ങനെ എക്സ്പ്രഷൻ എഴുതാം? 1 കിട്ടുന്ന ടേംസ് ഐഡന്റിഫൈ ചെയ്യാം. ദിസ് ഈസ് 1 ടേം, ദിസ് ഈസ് അനദർ ടേം. ഈ 2 ടേമിന്റെ എക്സ്പ്രഷൻ അങ്ങ് എഴുതാം. ഈ ടേമിൽ എന്താ? ഇത് 0 ആണ്. എ 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? എ കോംപ്ലിമെന്റ്. ബിന്റെ നേരെ എത്രയാ? 1. സോ എ കോംപ്ലിമെന്റ് ബി പ്ലസ് രണ്ടാമത് 1 വരുന്നത് എവിടെയാ? എ 1 ആകുമ്പോഴും ബി 0 ആകുമ്പോഴും. സോ എ B complement. So this is the expression for XOR gate. So this is A XOR B. Okay, ഇതാണ് എക്സോറിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ എക്സ്നോർ ഉണ്ട്. എക്സോറിന്റെ നേരെ കോംപ്ലിമെന്റ് എടുക്കുന്നതാണ് എക്സ്നോർ. സോ എക്സ്നോർ ഗേറ്റ് ട്രൂത്ത് ടേബിൾ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എന്താണ് വരിക? നേരത്തെ പോലെ തന്നെ 2 ഇൻപുട്സ് എ ബി, അതേപോലെ ഒരു ഔട്ട്പുട്ട് സി. So for A, B, they are inputs, C is the output. ഏതൊക്കെ കോമ്പിനേഷൻസ് വരാം? 0 0 0 1 1 0 1 1. 4 കോമ്പിനേഷൻ. ഓക്കെ, ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യും? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. എക്സോറിന് എന്ത് കിട്ടിയോ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. 0 1 1 0 ആണെങ്കിൽ 1 0 0 1. ഓക്കെ, സോ 1 0 0 1. ദിസ് ഈസ് ദ ട്രൂത്ത് ടേബിൾ ഫോർ എക്സ്നോർ ഗേറ്റ്. എക്സ്നോർ ഗേറ്റിന്റെ പ്രത്യേകത നോക്കി. എപ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടുന്നത്? ഈ കേസിലും ഔട്ട്പുട്ട് 1 ആണ്, ഈ കേസിലും ഔട്ട്പുട്ട് 1 ആണ്. എപ്പോഴാണ് 1 കിട്ടുന്നത്? ഇഫ് ദ ഇൻപുട്സ് ആർ സെയിം അല്ലേ? എയും ബിയും 0 ആവുന്ന സമയത്താണ് ഔട്ട്പുട്ട് 1 കിട്ടുന്നത്. എയും ബിയും 1 ആവുന്ന സമയത്താണ് ഔട്ട്പുട്ട് 1 കിട്ടുന്നത്. ഒന്നുകിൽ നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാം. ദ ഔട്ട്പുട്ട് വിൽ ബി 1 ഇഫ് ദ 2 ഇൻപുട്സ് ആർ സെയിം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്രഷൻ ആയിട്ട് എഴുതാം. 1 വരുന്ന സമയത്ത് ഏതൊക്കെ ഇൻപുട്സ്? ഇതും 0 ഇതും 0. അപ്പോൾ എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് പ്ലസ് 1 വരുന്ന എപ്പോഴാ? എ ബി. So C is equal to A complement B complement plus A B. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റലിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിജിറ്റൽ എക്സാം എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് എഴുതാൻ നമുക്ക് ഉണ്ടാവില്ല. അധികം ഇങ്ങനത്തെ വർക്കൗട്ട് കാര്യങ്ങളായിരിക്കും നമുക്ക് ചെയ്യാനുണ്ടാവുക. ട്രൂത്ത് ടേബിൾ വരയ്ക്കുക, സിംപ്ലിഫൈ ചെയ്യുക, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. തിയറി പാർട്ടിൽ നിന്ന് തിയറി എഴുതാൻ അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാറേ ഇല്ല. അധികവും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എ എന്ന് ചോദിക്കുക. 2 സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ 2നും നമുക്ക് ഫുൾ മാർക്സ് കിട്ടും. ഓക്കെ, ഇനി പാർട്ട് ബി നോക്കാം. പാർട്ട് ബിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി 2 14 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് ബി ഉണ്ടാവുക. രണ്ടും ഒരേ മൊഡ്യൂളിൽ. 14 മാർക്സിന്റെ 2 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 11 കാണാം 12 കാണാം. അതിൽ 11th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിന് 2 പാർട്ട് ഉണ്ട്, 12th ക്വസ്റ്റ്യന് 2 പാർട്ട് ഉണ്ട്, എ ബി. അപ്പോൾ ഒന്നുകിൽ 11th കംപ്ലീറ്റ് എഴുതുക,
അല്ലെങ്കിൽ എന്ത് എഴുതുക, 12th ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് എഴുതുക. കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പാർട്ടും ബി പാർട്ടും എഴുതണം. ഓക്കെ, അല്ലാതെ 11th എ പാർട്ടും 12th ബി പാർട്ടും എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. ഏതെങ്കിലും ഒന്നിനെ മാർക്ക് കിട്ടുള്ളൂ. ഇവിടെ എന്ത് ചെയ്യുക, ഒന്നുകിൽ 11th എയും ബിയും എഴുതുക, അല്ലെങ്കിൽ 12th എയും ബിയും എഴുതുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെർഫോം ദ ഫോളോയിങ് ഓപ്പറേഷൻ, ഒരു നമ്പർ സിസ്റ്റം കൺവേർഷൻ ആണ് തന്നിരിക്കുന്നത്. 3 ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനകത്ത്. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ യൂണിവേഴ്സൽ ഗേറ്റ്സ്, വൈ ആർ ദേ കോൾഡ് സോ, അത് വേറൊരു ക്വസ്റ്റ്യൻ. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് സിമോസ് നാൻഡ് ഗേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ യൂസിങ് പാരിറ്റി ചെക്കിങ്. എല്ലാത്തിനും 7 മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 11th ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഈ 2 പാർട്ടും അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 7 + 7 14 മാർക്സ് കിട്ടും. ഓക്കെ, നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പെർഫോം ദ ഫോളോയിങ്, ബൈനറി നമ്പർ സിസ്റ്റം കൺവേർഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്പർ സിസ്റ്റം കൺവേർഷനിൽ ഫസ്റ്റ് പാർട്ട് എന്താണ്, ഒരു നമ്പർ ഡെസിമൽ നമ്പർ സിസ്റ്റം തന്നിട്ടുണ്ട്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഒരു നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ എന്ത് നമ്പറാണ്, ഫ്രാക്ഷണൽ നമ്പറാണ് അല്ലേ. 165.875 ഡെസിമലാണ്. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാവുക, ഇവിടെ 10 ബേസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യും, എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കൺവേർഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡെസിമൽ ടു ബൈനറി. ഡെസിമൽ ടു ബൈനറി. ഓക്കെ, എങ്ങനെ കൺവേർട്ട് ചെയ്യാം? നോർമലി നമ്മൾ ഒരു ഡെസിമലിനാണ് ഒരു നമ്പർ തന്നിട്ട് അതിന് വേറെ നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റാൻ പറയുകയാണെങ്കിൽ ഏത് നമ്പർ സിസ്റ്റത്തിലേക്കാണോ മാറ്റേണ്ടത് ആ നമ്പറിൻ്റെ ബേസ് വെച്ചിട്ട്, ആ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് വെച്ചിട്ട് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത്. ഇവിടുത്തെ കേസിൽ ഡെസിമലിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡെസിമലിലുള്ള നമ്പറിനെ എടുത്തിട്ട് നമ്മൾ എങ്ങോട്ടാണ് മാറ്റേണ്ടത്, ബൈനറിയിലേക്ക്. ബൈനറിയുടെ ബേസ് എത്രയാണ്, 2. അപ്പോൾ 2 വെച്ചിട്ട് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഫ്രാക്ഷണൽ ഉണ്ട്. ഫ്രാക്ഷണൽ നമ്പർ വരുമ്പം ചെറിയൊരു വ്യത്യാസം വരുത്താനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കൺവേർഷന് 2 പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഈ 165നെ കൺവേർട്ട് ചെയ്യാം, പിന്നെ 0.875നെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് ഒരുമിച്ച് എഴുതിയാൽ മതി. അപ്പോൾ 165നെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 165നെ ബൈനറിയിലേക്കല്ലേ കൺവേർട്ട് ചെയ്യേണ്ടത്. ബൈനറിയുടെ ബേസ് 2 ആണ്. അപ്പോൾ കണ്ടിന്യൂസ്ലി 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 8 × 16, പിന്നെ എത്ര വരിക, 2 × 2 4 വരും. റിമൈൻഡർ എത്ര വരും, 1 വരും. എപ്പോഴും 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 റിമൈൻഡേഴ്സേ കിട്ടും, ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. അപ്പോൾ ആ റിമൈൻഡേഴ്സിനെയാണ് നമ്മൾ കളക്ട് ചെയ്ത് എഴുതുന്നത്. റിമൈൻഡേഴ്സിനെ കളക്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1 അല്ലെങ്കിൽ 0 കിട്ടും. 1ഉം 0യും മാത്രമുള്ള നമ്പർ സിസ്റ്റം ഏതാ, ബൈനറി നമ്പർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ 82 കിട്ടി. ഇതിനെ വീണ്ടും എന്ത് ചെയ്യുക, 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 41 കിട്ടും. കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ദ റിമൈൻഡർ ഈസ് 0. അഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 20 കിട്ടും. അപ്പോൾ റിമൈൻഡർ എത്ര വരും, 1 വരും. എഗെയിൻ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 10 കിട്ടും. അപ്പോൾ റിമൈൻഡർ എത്ര വരും, 0 വരും. എഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം, 5 കിട്ടും. അപ്പോൾ റിമൈൻഡർ എത്ര വരും, 0 കിട്ടും. എഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം, 2 ടൈംസ്. റിമൈൻഡർ എത്ര കിട്ടും, 1 കിട്ടും. പിന്നെയും 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഒരു തവണ, പിന്നെ റിമൈൻഡർ എത്ര കിട്ടും, 0. ഇങ്ങനെ നമുക്ക് കിട്ടും. അവസാനം റിമൈൻഡർ ഏറ്റവും ലാസ്റ്റ് 1 കിട്ടുന്നത് വരെ അല്ലെങ്കിൽ 0 കിട്ടുന്നത് വരെ നമ്മൾ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് ഇനി കംപ്ലീറ്റ് നമ്പറിനെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ അടിയിൽ കിട്ടിയെടുത്തുനിന്ന് മുകളിലേക്ക് റിമൈൻഡേഴ്സിന് വായിച്ചു വരിക. 1 0 1 0 0 1 0 1. അപ്പോൾ ആ നമ്പറിനെ അങ്ങ് എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് 1 0 1 0 1 0 1 is the equivalent binary representation of 165. 165ന്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. എത്രയാണ്, 1 0 1 0 1 0 1. കഴിഞ്ഞില്ലല്ലോ, കാരണം 165.875നെ നമുക്ക് കൺവേർട്ട് ചെയ്യണം. 0.875ന്റെ കൺവേർഷൻ നമ്മൾ നടത്തിയിട്ടില്ല. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഇവിടെ 165നെ നമ്മൾ കണ്ടിന്യൂസ്ലി 2 വെച്ച് ഡിവൈഡ് ചെയ്യല്ലേ ചെയ്തത്. 0.875നെ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് 0.875നെ എടുക്കാം. ഓക്കെ, 0.875നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 10 1 2 7s are 14 plus 1 15, ബാക്കി 1 2 16 17. സോ 1.750 എന്ന് കിട്ടും. ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് കിട്ടും. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റിന്റെ ഇപ്പുറത്ത് വരുന്ന ആളില്ലേ, അയാളെ നോട്ട് ചെയ്ത് വെക്കാം.
1 കിട്ടിയിട്ടുണ്ട്, അയാൾ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. പോയിന്റ് അപ്പുറത്തുള്ള ആരാ 0.75. 0.75നെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും 1.5 എന്ന് കിട്ടും. ശരിയല്ലേ? ഇതിലും എന്ത് ചെയ്യുക ഈ 1നെ നോട്ട് ചെയ്ത് വെക്കുക, മാറ്റി വെക്കുക. ബാക്കിയുള്ള ആരാ 0.5. 0.5നെ വീണ്ടും എന്ത് ചെയ്യുക 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും 1.0 എന്ന് കിട്ടും. ഇവിടെ ഈ 1 ഉണ്ട്, ഇവനെ മാറ്റി വയ്ക്കുക. പിന്നെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോയിന്റിന് ശേഷം ആളില്ലല്ലോ, 0 കിട്ടിയില്ലേ, അതുവരെ ഈ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. 0 കിട്ടിക്കഴിഞ്ഞാൽ നിർത്തുക. ബാക്കി വരുന്ന ആൾ ആരൊക്കെയാ 1 1 1. So this is the equivalent representation for 0.875. So the complete solution is this one. So this is the binary representation for 165.875. Okay. അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ഫ്രാക്ഷണൽ നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ ഫ്രാക്ഷണൽ നമ്പേഴ്സിന്റെ ഫ്രാക്ഷന്റെ ഇപ്പുറത്തുള്ള ഹോൾ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുക 2 വെച്ച് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യുക. ഫ്രാക്ഷണൽ നമ്പറിന് എന്ത് ചെയ്യുക നമ്മൾ കണ്ടിന്യൂസ്ലി 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് പോയിന്റിന്റെ ഇപ്പുറത്ത് 1 കിട്ടുന്ന വൺസിനെ ഒക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. 0 ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത് എന്താ, ആ പോയിന്റ് അപ്പുറത്ത് ആരൊക്കെ റിമെയിൻ ചെയ്യുന്നുണ്ട് അവരെ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്ത് പോകാവൂ. ഓക്കെ, അവസാനം പോയിന്റിന്റെ അപ്പുറത്ത് 0 കിട്ടുന്നവരെ ഓപ്പറേഷൻ കണ്ടിന്യൂ. സോ ദ കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെൻറ്റേഷൻ ഈസ് ദിസ് വൺ. അപ്പോൾ ഇത് മൊത്തം 7 മാർക്കിനാണ്. ആ മൊത്തം 7 മാർക്കിൽ തന്നെ 3 സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ 3നും ഈക്വൽ ആയിട്ടല്ല ഡിവിഷൻ വരിക, ഇതിന് 3 മാർക്ക് വരും. കാരണം ഇതിനെന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടെ ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ 3 2 2 അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് വേറൊരു നമ്പർ സിസ്റ്റം തന്നിട്ടുണ്ട്, അതിനെ നമുക്ക് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനെങ്ങനെയാണ് നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം? അത് ഏത് നമ്പർ സിസ്റ്റം ആണ്? തന്നിരിക്കുന്ന നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ കൺവേർഷൻ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് എ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു. ഏതാണ് നമുക്ക് ഇവിടെ കൺവേർട്ട് ചെയ്യേണ്ട നമ്പർ? 4BAC. ഇതാണ് ഹെക്സാഡെസിമലിൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ. എങ്ങനെ ഹെക്സാഡെസിമൽ എന്ന് മനസ്സിലായത്? ഒരു ബേസ് 16 ആയിട്ടുണ്ട്. ഇതിനെ നമ്മൾ എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? ബൈനറിയിലേക്ക്. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബൈനറീനെ ഹെക്സ് ആക്കുകയാണ് ചെയ്തത്. ബൈനറീനെ ഹെക്സ് ആക്കാൻ നമ്മൾ എന്താ ചെയ്തത്? ബൈനറിയിൽ 4 ഡിജിറ്റ്സിനെ എടുത്തു, ഗ്രൂപ്പ് ചെയ്തു. 4 ഡിജിറ്റ്സിനെ എടുത്തു, ഗ്രൂപ്പ് ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സ് കണ്ടുപിടിച്ചു. ഇവിടെ ഇപ്പോൾ ഹെക്സ് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ബൈനറി കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ ചെയ്യുക? ഓരോ നമ്പേഴ്സിനെ എടുക്കുക, ഓരോ ഹെക്സ് ഡിജിറ്റിനെ എടുക്കുക, അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി നോക്കുക, അത്രയും ചെയ്താൽ മതി. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ABC വരുന്നതുകൊണ്ടാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. അപ്പോൾ ABCDയുടെ ഒരു ഹെക്സാഡെസിമൽ കോഡ് മാത്രം നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടായാൽ മതി. ബാക്കിയെല്ലാം സെയിം ആണ്, ബൈനറി റെപ്രസെൻറ്റേഷൻ തന്നെയാണ്. ബിൻ്റെ ആണെങ്കിൽ 1011, സിൻ്റെ ആണെങ്കിൽ 1100, ഡിൻ്റെ ആണെങ്കിൽ 1101, ഇൻ്റെ 1110. എല്ലാത്തിലും ഒന്ന് കൂട്ടി കൂട്ടി പോവുക ചെയ്യുന്നത് 1111. ഓക്കെ, ഇതിന് മുമ്പ് എന്റെ തൊട്ട് മുമ്പ് വരുന്നത് ഏതാ? 9. 9ന്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണോ അതേപോലെ തന്നെ 8ന്റെ അങ്ങനെ തന്നെ, 7ന്റെ അങ്ങനെ തന്നെ, 6ന്റെ അങ്ങനെ തന്നെ. ആകെ വ്യത്യാസം വരുന്നത് 10 മുതലുള്ള ബൈനറിക്കാണ് എന്ത് വരുന്നത്? ABCDEF വരുന്നത്. അത് മാത്രമേ ഫ്രഷ് ആയിട്ടുള്ള കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണേൽ തിരിക്കാം. ആദ്യം 4ന്റെ ബൈനറി എഴുതിയാൽ ബിൻ്റെ എഴുതാം, എന്റെ എഴുതാം, സിൻ്റെ എഴുതാം, അല്ലെങ്കിൽ ആദ്യം സിൻ്റെ എഴുതാം. ഇവിടെ പ്രശ്നമില്ല. കാരണം എന്താ? ഓരോ ഡിജിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് 4 ബിറ്റ് ബൈനറി ഉണ്ടാവും. മറ്റേ തിരിച്ചുള്ള കൺവേർഷൻ ആവുന്ന സമയത്ത് ഒക്ടലിൽ നമ്മൾ ചെയ്തപ്പോൾ ഒരു ഡിജിറ്റ് കുറഞ്ഞില്ലേ, അതുപോലെ വരാം. അതുകൊണ്ടാണ് റൈറ്റ് നിന്ന് തിരിക്കാൻ പറയുന്നത്. ഇവിടെ അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ആദ്യം എഴുതാം. എത്രയാണ്? 0100. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എത്രയാണ്? ബി നോക്കി 1011. എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എത്രയാണ്? 1010. സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എത്രയാണ്? 1100. സോ ദിസ് ഈസ് ദ ഇക്വലന്റ് ബൈനറി റെപ്രസെൻറ്റേഷൻ ഫോർ 4BAC. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, വളരെ സിമ്പിളാണ്, അധികം ചെയ്യാനില്ല. ഇനി നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. നെക്സ്റ്റ് സെക്ഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സിമിലർലി ഒരു ഡെസിമൽ നമ്പർ തന്നിട്ട് ആ ഡെസിമലിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 378 എന്ന് പറയുന്ന ഒരു നമ്പർ. അത് ഏത് നമ്പർ സിസ്റ്റത്തിലാണ്? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ. എങ്ങനെയാണ് മനസ്സിലായത്? ബേസ് 10 എഴുതിയിട്ടുണ്ട്. അതിനെങ്ങോട്ടേക്കാണ് മാറ്റേണ്ടത്? ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഒരു നമ്പർ തന്നിട്ട് അതിനെ എങ്ങോട്ടാണോ മാറ്റാൻ പറയുന്നത്, ആ മാറ്റാൻ പറയുന്ന നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എത്രയാണോ അത് വെച്ച് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് എക്സാമ്പിൾ ഓർക്കുന്നില്ലേ? 165 ഡെസിമലിലാണ്. എങ്ങോട്ടേക്കാണ് മാറ്റേണ്ടത്? ബൈനറിയിലേക്ക്. ബൈനറിയുടെ ബേസ് എത്രയാണ്? 2 വെച്ച് നമ്മൾ കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യല്ലേ ചെയ്ത്. അതേപോലെ തന്നെ ഇവിടെ 378 ആണ്.
ഓക്കെ, അപ്പോൾ 378 ഡെസിമലിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അതിനെ കണ്ടിന്യൂസ്ലി 8 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. എത്ര പ്രാവശ്യം പോവും? 4 പിന്നെ 7. 4 into 8 32 വരും. അപ്പോൾ ഇവിടെ 58 വരും. 58ൽ 7 into 8 56 വരും. റിമൈൻഡർ എത്ര വരും? റിമൈൻഡർ ആയിട്ട് 2 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇതിനെ എന്ത് ചെയ്യാം, വീണ്ടും 8 വെച്ച് ഡിവൈഡ് ചെയ്യാം. വീണ്ടും 8 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 5 ടൈംസ് പോകും. 5 ടൈംസ് 5 into 8 എത്രയാണ്? 40. 40 കഴിഞ്ഞിട്ട് റിമൈൻഡർ എത്ര വരും? 7 വരും. ഓക്കെ, സോ 572. എപ്പോഴും റീഡ് ചെയ്യുന്ന സമയത്ത് താഴെ നിന്ന് മുകളിലേക്ക് വേണം റീഡ് ചെയ്ത് പോകാൻ. അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുക. ചിലപ്പം ഡയറക്റ്റ്ലി എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, 275 എന്ന് എഴുതും. അത് തെറ്റാണ്. 572 ആണ് എന്ത് തന്നിരിക്കുന്ന നമ്പറിന്റെ ഇക്വലന്റ് ഒക്ടൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 നമ്പർ സിസ്റ്റത്തിന്റെയും കൺവേർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈനറി നമ്മൾ ഏതൊക്കെ കൺവേർഷൻ ചെയ്തത്? ബൈനറിനെ നമ്മൾ ഡെസിമലിനെ ബൈനറിയിലേക്ക് ആക്കി, ഹെക്സാ ഡെസിമലിനെ ബൈനറിയിലേക്ക് ആക്കി, ഡെസിമലിനെ ഒക്ടലിലേക്ക് ആക്കി. 3 പാർട്ടും നമ്മൾ ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ കവർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം അല്ല, ഓൾമോസ്റ്റ് ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? വാട്ട് ആർ യൂണിവേഴ്സൽ ഗേറ്റ്സ്? വൈ ആർ ദേ കോൾഡ് സോ? എന്താണ് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ബേസിക് ഗേറ്റ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത് 2 ഗേറ്റുകളെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? നാൻഡ് ഗേറ്റും നോർ ഗേറ്റും. നാൻഡ് ഗേറ്റിനെ നോർ ഗേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് സിമ്പൽ ഫോർ നാൻഡ് ഗേറ്റ്, ദിസ് ഈസ് ദ സിമ്പൽ ഫോർ നോർ ഗേറ്റ്. ഓക്കെ, ആൻഡിന്റെ കോംപ്ലിമെന്റ് ആണ് നാൻഡ്, അതേപോലെ ഓറിന്റെ കോംപ്ലിമെന്റ് ആണ് നോർ. ഓക്കെ, സോ ദീസ് ആർ ദ സിംബൽസ് ഫോർ നാൻഡ് ആൻഡ് നോർ ഗേറ്റ്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത്ര മാത്രം എഴുതിയാൽ പോരാ. ശരിക്കും ഏതൊക്കെയാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ് മാത്രമല്ല ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് അവരെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത് എന്ന് കൂടെ നമ്മൾ എഴുതണം. 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ കിട്ടുക 2 മാർക്കാണ്. ബാക്കി 5 മാർക്സിന് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തുകൊണ്ടാണ് ഇവരെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് വിളിക്കുന്നതെന്ന് കൂടെ പറയണം. നാൻഡിനെ നോറിനെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നാൻഡും നോറും വെച്ചിട്ട് ബാക്കി എല്ലാ ബേസിക് ഗേറ്റ്സിനെയും ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാം. നമുക്ക് ആൻഡ് ഗേറ്റ് വേണോ, നാൻഡ് ഉപയോഗിക്കാം, നോർ ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻഡ് ഗേറ്റിനെ ഉണ്ടാക്കണം. നോട്ട് ഗേറ്റ് വേണോ, നാൻഡും നോറും ഉപയോഗിച്ച് നോട്ട് ഗേറ്റിനെ ഉണ്ടാക്കാം. എക്സോർ ഗേറ്റ് വേണോ, നാൻഡും നോറും ഉപയോഗിച്ച് ചെയ്യാം. ഓർ ഗേറ്റ് വേണോ, നാൻഡും നോറും ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ എല്ലാ ബേസിക് ഗേറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, നാൻഡും നോറും വെച്ചിട്ട് റിയലൈസ് ചെയ്യാം. സോ ദേ ആർ കോൾഡ് ആസ് യൂണിവേഴ്സൽ ഗേറ്റ്സ് ബിക്കോസ് യൂസിങ് ദീസ് 2 ഗേറ്റ്സ് വി ക്യാൻ ഇംപ്ലിമെന്റ് ഓൾ അതർ ബേസിക് ഗേറ്റ്സ്. അപ്പോൾ അത് ശരിക്കും സ്റ്റേറ്റ്മെന്റ്സ് ആക്കി മാത്രം പറഞ്ഞാൽ പോരാ, 7 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എങ്ങനെയാണ് ഇതിനെ റിയലൈസ് ചെയ്യുന്നതെന്നും കൂടെ നമ്മൾ പറയണം. അതായത് ഇപ്പം നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റ്സ്, ഫസ്റ്റ് നമ്മുടെ കയ്യിൽ ഒരു നാൻഡ് ഗേറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറയുന്ന ഈ നാൻഡ് ഗേറ്റ് ഒരു യൂണിവേഴ്സൽ ഗേറ്റ് ആണ്. യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്കി എല്ലാ ഗേറ്റിനെയും ഉണ്ടാക്കിയെടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ഗേറ്റിന് ആവശ്യം നമുക്കില്ല, ഈ നാൻഡ് ഗേറ്റ് മാത്രം മതി. ഇത് വെച്ച് എല്ലാ ഗേറ്റിനെയും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നും കൂടെ നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പം നമ്മൾ നാൻഡ് ഗേറ്റ് നമ്മുടെ കയ്യിലുണ്ട്. നാൻഡ് ഗേറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെയാണ് നാൻഡ് ഗേറ്റ് വെച്ചിട്ട് നമ്മൾ നോട്ട് ഗേറ്റിനെ റിയലൈസ് ചെയ്യുക? അങ്ങനെ ഒരു 2-3 ഗേറ്റിനെങ്കിലും റിയലൈസ് ചെയ്ത് കാണിച്ചാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. നാൻഡ് വെച്ചിട്ട് നോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നാൻഡിൻ്റെ 2 ഇൻപുട്ട് നാൻഡിൻ്റെ 2 ടെർമിനൽസും ഷോർട്ട് ചെയ്തതിന് ശേഷം കൊടുക്കാം. സോ ദിസ് ഈസ് എ. അപ്പോൾ ഇവിടെ എ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതും എ ആയിരിക്കും, ഇതും എ ആയിരിക്കും അല്ലേ? ഒരേ പോയിന്റ് തന്നെയല്ലേ 2 ഇൻപുട്ടായിട്ട് വരുന്നത്. സോ ഇത് നാൻഡ് ആണ്. നാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, തന്നിരിക്കുന്ന 2 ഇൻപുട്ടിനെ മൾട്ടിപ്ലൈ ചെയ്യും, അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കും. 2 ഇൻപുട്ട് ഏതാ? എ ഇൻറ്റു എ എത്രയാ? എ ഇൻറ്റു എ ആണ്. ഡിജിറ്റൽ ബുളിയൻ ലോ എന്ന് പറയുന്നത് അതാണ്. എ ഇൻറ്റു എ ഈസ് എ. എയുടെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ്. സോ വി ആർ ഗിവിങ് ഇൻപുട്ട് ആസ് എ ആൻഡ് വി ആർ ഗെറ്റിംഗ് ഔട്ട്പുട്ട് ആസ് എ കോംപ്ലിമെന്റ്. അതല്ലേ നോട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി നാൻഡ് വെച്ചിട്ട് നമുക്ക് ആൻഡ് ഗേറ്റ് ഉണ്ടാക്കിയെടുക്കാം. നാൻഡ് വെച്ചിട്ട് ആൻഡ് ഗേറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? നമുക്ക് നാൻഡ് വെച്ചിട്ട് ഡയറക്റ്റ്ലി നാൻഡ് ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കാം. സോ ദിസ് ഈസ് നാൻഡ്. ഇവിടെ എയും ഇവിടെ ബിയും കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നാൻഡിൻ്റെ ഔട്ട്പുട്ടായിട്ട് എന്താ കിട്ടുക? എയിനെയും ബിയിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കും. നമുക്ക് വേണ്ടുന്നത് ഏത് ഗേറ്റാ? ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് എന്താ? എ ഇൻറ്റു ബി കിട്ടണം. ഇവിടെ എ ഇൻറ്റു ബി കോംപ്ലിമെൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ കോംപ്ലിമെൻ്റ് അങ്ങ് കളഞ്ഞാൽ നമുക്ക് എ ഇൻറ്റു ബി ആയില്ലേ?
കോംപ്ലിമെന്റ് കളയാൻ എന്ത് ഉപയോഗിക്കണം? നോട്ട് ഗേറ്റ് ഉപയോഗിക്കണം അല്ലേ? നോട്ട് എപ്പോഴും എന്താ ചെയ്യുക? കോംപ്ലിമെന്റ് ചെയ്യുക. എയിനെ കോംപ്ലിമെന്റ് ചെയ്യും. എയിനെ 2 പ്രാവശ്യം കോംപ്ലിമെന്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ തന്നെ കിട്ടും. ഓക്കെ, സോ ഇതിന് എന്ത് ചെയ്യുക? ഈ എ ഇൻറ്റു ബി കോംപ്ലിമെന്റിനെ ഒന്ന് നോട്ട് ഗേറ്റ് വെച്ച് കോംപ്ലിമെന്റ് ചെയ്യുക. നോട്ട് ഗേറ്റ് ഓൾറെഡി നമ്മളിവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നാൻഡ് വെച്ചിട്ട്. സോ വി വിൽ ഗെറ്റ് എ ഇൻറ്റു ബി. ഇനി നമ്മൾ 2 ഗേറ്റ് ഉണ്ടാക്കി. ഇനി ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ ഓർ ഗേറ്റ് ഉണ്ടാക്കാം. അതായത് ഈ ഗേറ്റുകളൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിച്ചത് കണ്ടോ? നാൻഡ് ഗേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇനി ഓർ ഗേറ്റ് ഉണ്ടാക്കാം. ഓർ ഗേറ്റ് ഉണ്ടാക്കണം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് എടുക്കുക, അതിനെ നോട്ട് ചെയ്യുക, രണ്ടാമത്തെ ഇൻപുട്ട് എടുക്കുക, അതിനെ നോട്ട് ചെയ്യുക, എന്നിട്ട് ഇതിനെ വീണ്ടും ഒരു നാൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുക. സോ ദിസ് ഈസ് എ, ദിസ് ഈസ് ബി. ഇത് രണ്ടും നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ കിട്ടുക? എ കോംപ്ലിമെന്റ്. ഇവിടെ നമുക്ക് എന്താ കിട്ടുക? ബി കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പോൾ എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും കിട്ടി. ഇതിനെ വീണ്ടും നാൻഡ് ഗേറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ കോംപ്ലിമെന്റിനെയും ബി കോംപ്ലിമെന്റിനെയും മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് വീണ്ടും കോംപ്ലിമെന്റ് എടുക്കും. കാരണം നാൻഡ് ഗേറ്റിന്റെ ഓപ്പറേഷൻ എന്താ? കിട്ടുന്ന 2 ഇൻപുട്ട് ഏതാണോ അതിനെ മൾട്ടിപ്ലൈ ചെയ്യും, അതിന്റെ കോംപ്ലിമെന്റ് എടുക്കും. ഇവിടെ കിട്ടുന്ന രണ്ട് ഇൻപുട്ട് ഏതൊക്കെയാ? എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും. എ കോംപ്ലിമെന്റിനെയും ബി കോംപ്ലിമെന്റിനെയും മൾട്ടിപ്ലൈ ചെയ്യും, അതിന്റെ ഹോൾ കോംപ്ലിമെന്റ് എടുക്കും. ഇതിൽ നമ്മൾ ഡി മോർഗൻസ് തിയറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എ കോംപ്ലിമെന്റ്, ഇതിന്റെ ഫുൾ കോംപ്ലിമെന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? എ കോംപ്ലിമെന്റ് the whole complement plus b complement the whole complement. So this is equal to a plus b. ഈ എക്സ്പ്രഷൻസ് ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, ജസ്റ്റ് ഈ ഡയഗ്രംസ് ഓർത്തിരിക്കാം. ഈ ഡയഗ്രംസ് എങ്കിലും എഴുതണം, അറ്റ്ലീസ്റ്റ് ഈ 2 എണ്ണെങ്കിലും വരയ്ക്കണം. കാരണം നോട്ടും ആൻഡും എങ്ങനെ ഉണ്ടാക്കാന്ന് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ കുറച്ച് അധികം വരുന്നത് ഓർ ഗേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സൽ നാൻഡ് വെച്ചിട്ട് നമ്മൾ ഈ 3 ബേസിക് ഗേറ്റ്സ് ഇംപ്ലിമെന്റ് ചെയ്തു. സിമിലർലി നമുക്ക് യൂണിവേഴ്സൽ നോർ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഈ എല്ലാ ഗേറ്റുകളും ഉണ്ടാക്കിയെടുക്കാം. ഇതേ സർക്യൂട്ട് ഡയഗ്രം തന്നെ നോർ വെച്ചങ്ങ് വരച്ചാൽ മതി. ഈ സർക്യൂട്ട് ഡയഗ്രം നോർ വെച്ച് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നോട്ട് ഗേറ്റ് കിട്ടും. സോ ഇവിടെ എ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? എ കോംപ്ലിമെന്റ് കിട്ടും. ഇതേ സംഭവം നമുക്ക് ഓർ ഗേറ്റ് ഉണ്ടാക്കിയെടുക്കാം. അതായത് നമ്മുടെ കയ്യിൽ ഒരു നോർ ഗേറ്റ് ഉണ്ടെങ്കിൽ ആ നോർ ഗേറ്റിനെ വയ്ക്കുക, അതിനെ കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഓർ ഗേറ്റ്സ് ആയി. സോ ഇവിടെ എയും ബിയും കിട്ടുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും? എ പ്ലസ് ബി ആയിരിക്കും. കാരണം അല്ലെങ്കിൽ എ ഓർ ബി ആയിരിക്കും. എയും ബിയും ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്തായിരിക്കും? എ ഓർ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. അതിനെ വീണ്ടും കോംപ്ലിമെന്റ് എടുത്ത് എന്ത് കിട്ടും? എ ഓർ ബി. ഇനി മൂന്നാമത്തെ ഗേറ്റ് എന്ന് പറയുന്നത് സെയിം സർക്യൂട്ട് ഡയഗ്രം ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് നേരത്തെ ആൻഡ് ഗേറ്റിന് ഉപയോഗിച്ചത് ഇവിടെ നോർ ഗേറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. സോ ദിസ് ഈസ് എ ഇൻറ്റു ബി. അപ്പോൾ നോർ ഗേറ്റ് വെച്ചിട്ട് നമുക്ക് നോട്ട് ഗേറ്റിനെ റിയലൈസ് ചെയ്യാം, നോർ ഗേറ്റ് വെച്ചിട്ട് ഓർ ഗേറ്റിനെ റിയലൈസ് ചെയ്യാം, നോർ ഗേറ്റ് വെച്ചിട്ട് ആൻഡ് ഗേറ്റിനെ റിയലൈസ് ചെയ്യാം. ഇനിയുണ്ട് എക്സോറും എക്സ്നോറും ഒക്കെ നമുക്ക് റിയലൈസ് ചെയ്യാം. പക്ഷെ അതൊക്കെ വലിയ സർക്യൂട്ടാണ്. 7 മാർക്കിന് നമുക്ക് ഇത്ര എഴുതിയാൽ മതിയാവും. ഓക്കെ, റിയലൈസേഷൻ എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ എല്ലാ ഗേറ്റിനെയും നാൻഡും നോറും വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പോരാ, എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് കൂടെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇത്രയും കഴിയുന്ന സമയത്ത് നമുക്കതിന് ഫുൾ മാർക്ക് കിട്ടും. Okay, next question. With the help of a neat diagram, explain CMOS NAND gate. CMOS NAND gate explain ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ CMOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിമെന്ററി മോസ് ആണ്. കോംപ്ലിമെന്ററി മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് N മോസും ഉണ്ടാവും, P മോസും ഉണ്ടാവും. ഓക്കെ, N ചാനൽ മോസ്ഫെറ്റും ഉണ്ടാവും, P ചാനൽ മോസ്ഫെറ്റും ഉണ്ടാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CMOS NAND ഗേറ്റിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം അങ്ങോട്ട് വരച്ചു വയ്ക്കാം. സർക്യൂട്ട് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ 7 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഒരു 3 മാർക്കെങ്കിലും ആ സർക്യൂട്ട് ഡയഗ്രത്തിന് കിട്ടും. ബാക്കി 4 മാർക്സ് ആണ് എന്ത് നമ്മുടെ എക്സ്പ്ലനേഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ 2 ഗേറ്റുകൾ, ഇത് രണ്ടും മോസ് ആണ്. ഓക്കെ, മോസ്ഫെറ്റുകളാണ്. ഇതിൽ ഈ 2 മോസ്ഫെറ്റുകളും പി മോസ്ഫെറ്റുകളാണ്, പി ചാനൽ മോസ്ഫെറ്റ്. ഇതാ ഇവിടെ സിമ്പൽ ഉണ്ട്. ഈ 2 മോസ്ഫെറ്റുകളും എൻ മോസ് ആണ്. അപ്പോൾ ഒരു സർക്യൂട്ടിൽ പി മോസും എൻ മോസും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? കോംപ്ലിമെന്ററി മോസ് എന്ന് പറയുന്നത്. അപ്പോൾ കോംപ്ലിമെന്ററി മോസിൽ മുകളിൽ 2 പി മോസ്, താഴെ 2 എൻ മോസ്. ആക്ച്വലി ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത് പുള്ളപ്പും ഇത് പുൾ ഡൗണും ആണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നില്ല, ജസ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് ഡയഗ്രാം, വർക്കിംഗ് എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു എൻ മോസ് ട്രാൻസിസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പം എൻ മോസ് ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിൽ ദിസ് ഈസ് ഗേറ്റ്, സോഴ്സ്, ഡ്രെയിൻ ആണെങ്കിൽ നമ്മുടെ
ഗേറ്റിൻ്റെ വോൾട്ടേജ് അല്ലെങ്കിൽ VGS ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ ത്രഷോൾഡ് വോൾട്ടേജ് ആണെങ്കിൽ മോസ്ഫെറ്റ് എന്തായിരിക്കും? ഓൺ ആയിരിക്കും. ഓൺ ആവുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഇറ്റ് ആക്ട്സ് ലൈക്ക് എ ഷോർട്ട് സർക്യൂട്ട്. ഇതിനെ ക്രോസ് ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി VGS ലെസ് ദാൻ VT ആണെങ്കിൽ, VGS എന്ന് പറയുന്നത് ലെസ് ദാൻ VT ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഓഫ് ആയിരിക്കും മോസ്ഫെറ്റ്. അപ്പോൾ ഒരു ഓപ്പൺ സർക്യൂട്ട് വെച്ച് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് ആക്ച്വലി എന്തിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്? ഇതാണ് NMOSൻ്റെ ഓപ്പറേഷൻ. ഓക്കെ, ഇത് ബേസിക് തിയറിയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ സർക്യൂട്ടിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നമ്മൾ എഴുതിയിട്ടില്ല, എഴുതേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് പറയുന്ന സമയത്ത് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി നമ്മൾ PMOSൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ PMOSൽ നേരെ തിരിഞ്ഞിട്ടാണ്. PMOSൽ എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VSG സോഴ്സ് ടു ഗേറ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ VT ആണെങ്കിൽ അത് ഓൺ ആയിരിക്കും. അതേപോലെ VSG എന്ന് പറയുന്നത് ലെസ് ദാൻ VT ആണെങ്കിൽ അത് ഓഫ് ആയിരിക്കും. ഓൺ ആകുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് വെച്ച് റീപ്ലേസ് ചെയ്യുക, ഓഫ് ആവുന്ന സമയത്ത് ഓപ്പൺ സർക്യൂട്ട് വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഈ കണ്ടീഷൻസ് നമുക്കറിയാമെങ്കിൽ ഈ സർക്യൂട്ടിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ എന്ത് ഗേറ്റാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്? നാൻഡ് ഗേറ്റ് ആണ് അല്ലേ? നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ട്സ് ഏതൊക്കെയാണ്? അതായത് 2 ഇൻപുട്ട് എയും ബിയും. ചില ബുക്കുകൾ ഇങ്ങനെ എയിനെയും ഷോർട്ട് ചെയ്തിട്ട് വരയ്ക്കും, ചിലതിൽ ബിനെയും ഷോർട്ട് ചെയ്ത് ഇങ്ങനെ വരയ്ക്കാം. തെറ്റില്ല, കാരണം നമുക്ക് എ എന്ന് പറയുന്നത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ 2 സ്ഥലത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ ഇൻപുട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 2 സ്ഥലത്തും കൊടുക്കേണ്ടി വരും. ബി ഇൻപുട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ 2 സ്ഥലത്തും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ നാൻഡ് ഓപ്പറേഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ ഈക്വൽ ടു 0 ബി ഈക്വൽ ടു 0. ഓക്കെ, എയും ബിയും 0 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എവിടേക്ക് ഇൻപുട്ട് കൊടുക്കുന്നതാ? 0 0 0 0. ഓക്കെ, ഇനി ഇത് ഏത് മോസ് ആണ്? ദിസ് ഈസ് PMOS. അടിയിലുള്ളത് NMOS. എയും ബിയും കണക്ട് ചെയ്തിരിക്കുന്ന എവിടെയാണ്? ഗേറ്റ് ടെർമിനലാണ് അല്ലേ? ഗേറ്റ് ടെർമിനലിൽ 0 കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും VGS എന്ന് പറയുന്നത്, അതായത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ത്രഷോൾഡ് വോൾട്ടേജിനേക്കാൾ കൂടുതലാവില്ല. ഗേറ്റ് വോൾട്ടേജിന് 0ലാണ് നിൽക്കുന്നത്, പിന്നെ എങ്ങനെ VGS ഗ്രേറ്റർ ദാൻ VT കിട്ടുക? അപ്പോൾ ഈ 2 NMOS ട്രാൻസിസ്റ്ററും എന്തായിരിക്കും? ഓഫ് ആയിരിക്കും. ഓഫ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും എന്തായിരിക്കും? ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ NMOS ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ PMOS എന്തായിരിക്കും? ഓൺ ആയിരിക്കും, ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ 0 കൊടുക്കുന്നു, ഇതെന്താണ്? ഇത് ഗേറ്റ്. ഓക്കെ, ഗേറ്റിൽ 0 കൊടുക്കുന്നു. നമുക്ക് വേണ്ടത് VSG ഗ്രേറ്റർ ദാൻ VT ആണ്. അപ്പോൾ VSG എന്ന് പറയുന്നത് ഗേറ്റ് 0ലാണ് ഇരിക്കുന്നതെങ്കിൽ VSG എന്ന് പറയുന്നത് എന്തായാലും ഗ്രേറ്റർ ദാൻ VT കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 ട്രാൻസിസ്റ്ററും ഓൺ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും? ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. അപ്പോൾ ആക്ച്വലി നമുക്ക് സർക്യൂട്ട് വൈസ് നോക്കുകയാണെങ്കിൽ ഈ VDD എന്ന് പറയുന്ന സോഴ്സ് വോൾട്ടേജ് ഡയറക്റ്റ്ലി എങ്ങോട്ടേക്ക് വരും? ഔട്ട്പുട്ടിലേക്ക് വരും. കാരണം ഇവിടെ ഷോർട്ട് സർക്യൂട്ടാണ് രണ്ടും, ഇങ്ങനെ പോകും. ഇവിടെ ഓപ്പൺ സർക്യൂട്ടുമാണ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ കിട്ടുക? VDD അതേപടി കിട്ടും. VDD എന്ന് പറയുന്നത് എത്രയാണ്? ലോജിക് 1 ആണ് അല്ലേ? ഹൈ വോൾട്ടേജ് അല്ലേ? ഹൈ വോൾട്ടേജിനെ 1 എന്ന് പറയാം, ഗ്രൗണ്ട് വോൾട്ടേജിന് 0. അപ്പോൾ എയും ബിയും 0 ആവുന്ന സമയത്ത് നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. വേണമെങ്കിൽ ഈ ട്രാൻസിസ്റ്റേഴ്സിന് നിങ്ങൾക്ക് പേര് കൊടുക്കാം. ഇപ്പം PMOS ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് ഇതിനെ P1, ഇതിനെ P2 എന്ന് പറയാം. NMOS ട്രാൻസിസ്റ്ററിന് വേണമെങ്കിൽ N1, N2 എന്ന് പറയാം. എയും ബിയും 0 ആവുന്ന സമയത്ത് P1 ആൻഡ് P2 ഇത് രണ്ടും എന്തായിരിക്കും? ഓൺ ആയിരിക്കും. അതുകൊണ്ട് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. അതേപോലെ N1 ആൻഡ് N2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓഫ് ആയിരിക്കും. അതുകൊണ്ട് ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? Y = 1 കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസ് നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടി. ഇനി രണ്ടാമത്തെ കേസ് കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇഫ് A = 0 B = 1. ഓക്കെ, അപ്പോൾ ഒരു ഇൻപുട്ട് 0, ഒരു ഇൻപുട്ട് 1. അപ്പോൾ ഇവിടുത്തെ താഴത്തെ കേസ് ഒന്ന് നോക്കിയേ. താഴത്തെ കേസിൽ 0 ആണ് ഗേറ്റിൽ വരുന്നതെങ്കിൽ NMOS ഓഫ് ആയിരിക്കും. അപ്പോൾ ഇത് ഓൾറെഡി ഓഫായി. ഇത് ഓഫായി, ഇവിടെ ഓപ്പൺ സർക്യൂട്ടായി. ഇത് ഓൺ ആയിട്ട് കാര്യമില്ല, കാരണം ഇവിടെ ഓപ്പൺ സർക്യൂട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ താഴത്തേക്ക് ഒരു റിലവൻസും ഇല്ല. മുകളിൽ നോക്കിക്കഴിഞ്ഞാലോ ഈ VDD എന്ന് പറയുന്നത് ആക്ച്വലി VDD ഇതിൽ കൂടെയും താഴേക്ക് വരാം, ഇതിൽ കൂടെയും താഴേക്ക് വരാം.
എ എന്ന് പറയുന്നത് 0 ആണ്, അപ്പോൾ ഇത് ഓൺ ആയിരിക്കും, PMOS ആണ്. ബി എന്ന് പറയുന്നത് 1 ആണ്, ഹൈ ആണ്, അതുകൊണ്ട് ഇത് ഓഫ് ആയിരിക്കും. അപ്പോൾ ഇത് ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും, ഇത് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. അതായത് P1 എന്ന് പറയുന്ന രണ്ടാമത്തെ കേസ് അല്ലേ, ദിസ് ഈസ് ഫസ്റ്റ് കേസ്, ദിസ് ഈസ് സെക്കൻഡ് കേസ്. ഇഫ് എ ഈക്വൽ ടു 0 ബി ഈക്വൽ ടു 1 എന്താ വരിക? P1 എന്ന് പറയുന്നത് P1 എന്താവും? P1 ഓണ്, P2 ഓഫ്. അതേപോലെ N1 എന്ന് പറയുന്നത് N1 എന്താ വരിക? എ 0 ആണ്, N1 ഓഫ്, N2 ഓൺ. അപ്പോൾ ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് VDD ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് ഔട്ട്പുട്ടിലേക്ക് വരും. സോ അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 1. സിമിലർലി അടുത്ത കേസിലും ഇഫ് എ ഈക്വൽ ടു 1 ബി ഈക്വൽ ടു 0, നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി. ഈ സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? 1 കിട്ടും. ഇനി രണ്ടും 1 ആണെങ്കിലോ, എയും 1 ബിയും 1, എയും 1 ബിയും 1 ആണെങ്കിൽ ഈ രണ്ട് PMOS ട്രാൻസിസ്റ്റേഴ്സും ഓഫ് ആയിരിക്കും. രണ്ടിൻ്റെയും ഗേറ്റിൽ ഹൈ ആ വരുന്നത്, അപ്പോൾ VSG ഗ്രേറ്റർ ദാൻ VT കിട്ടില്ല. അതുകൊണ്ട് ഇത് രണ്ടും ഓഫ് ആയിരിക്കും, ഇത് രണ്ടും ഓൺ ആയിരിക്കും. ഇത് രണ്ടും ഓൺ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ ഷോർട്ട് സർക്യൂട്ട്, ഈ ഔട്ട്പുട്ട് നേരെ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്കാണ്? ഗ്രൗണ്ടിലേക്ക്. അതുകൊണ്ടാണ് ഇതിനെ പുൾ ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ, താഴേക്ക് കൊണ്ടുപോവാണ് ഔട്ട്പുട്ടിനെ, ഡൗണിലേക്ക് കൊണ്ടുപോവാണ്. ഇതിനെ പുൾ അപ്പ് എന്ന് പറയാൻ കാരണം ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺ ആയി കഴിഞ്ഞാൽ VDD നേരെ ഔട്ട്പുട്ടിലേക്ക് വരും, അതായത് പുൾ അപ്പ്. ഓക്കെ, അപ്പോൾ ഈ താഴെ നിന്ന് നേരെ ഔട്ട്പുട്ട് ഗ്രൗണ്ട് 0 ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു കേസിൽ മാത്രം y ഈക്വൽ ടു 0. നിങ്ങളൊന്ന് നോക്കി ട്രൂത്ത് ടേബിൾ. എ ഈക്വൽ ടു 0, ബി ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 1. എ ഈക്വൽ ടു 0, ബി ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 1. എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 1. A1, B1, വൈ ഈക്വൽ ടു 0. ഇത് ഏതിൻ്റെ ട്രൂത്ത് ടേബിളാണ്? നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ. അപ്പോൾ ഇത്രയും എക്സ്പ്ലനേഷൻ കൊടുത്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? നമുക്കത് കൺവിൻസ് ചെയ്യാൻ പറ്റും, ദിസ് റെപ്രസെൻറ്റ്സ് CMOS നാൻഡ് ഗേറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ യൂസിങ് പാരിറ്റി ചെക്കിങ്. അപ്പോൾ ഇത് ഒരു തിയററ്റിക്കലി ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. തിയററ്റിക്കലി എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ സഹിതം ആൻസർ ചെയ്താൽ മാത്രമേ നമുക്കത് കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ, ഇതാണ് കറക്റ്റ്, ഇത് എറർ ചെക്കിങ്ങും ഡിറ്റക്ഷനും കറക്ഷനും നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കൺവിൻസ് ചെയ്യണമെങ്കിൽ എക്സാമ്പിൾ സഹിതം പറയണം. അപ്പോൾ ആക്ച്വലി ഫസ്റ്റ് നമ്മൾ എന്താ പറയേണ്ടത്? എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ. എങ്ങനെയാണ് എറർ വരുന്നത്? നമ്മളൊരു ഇൻഫർമേഷൻ ട്രാൻസ്മിറ്ററിൻ്റെ അകത്ത് നിന്ന് റിസീവറിലേക്ക് അയക്കുന്ന സമയത്ത്, ഇപ്പം നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്, ഇതാണ് നമ്മുടെ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ട്രാൻസ്മിറ്റർ ഒരു പർട്ടിക്കുലർ ഡിജിറ്റൽ ഡാറ്റ സെൻഡ് ചെയ്യാണ്. എക്സാമ്പിൾ 1001 എന്ന് പറയുന്ന ഡിജിറ്റൽ ഡാറ്റ സെൻഡ് ചെയ്തു, അത് റിസീവറിലെത്തുന്നു. അപ്പോൾ റിസീവറിലെത്തുന്ന സമയത്ത് റിസീവറിൽ അത് 1001 തന്നെയായിട്ട് എത്തണ്ടേ? ഇനി 1010 ആയിട്ടാണ് എത്തുന്നതെങ്കിലോ, അല്ലെങ്കിൽ 1011 ആയിട്ടാണ് എത്തുന്നതെങ്കിലോ എന്ത് പറയാം? എറർ ഹാപ്പൻഡ് എന്ന് പറയാം, അല്ലേ? 1001 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തത്, പക്ഷേ റിസീവർ റിസീവ് ചെയ്യുന്നത് 1011 ആണ്. അപ്പോൾ എറർ സംഭവിക്കുന്നു. അപ്പോൾ ഈ എററിനെ നമ്മൾ എങ്ങനെ ഡിറ്റക്ട് ചെയ്യും? എന്തുപയോഗിച്ചിട്ടാണ് പറയുന്നത്? യൂസിങ് പാരിറ്റി ചെക്കിങ്. പാരിറ്റി ഉപയോഗിച്ചിട്ട്, പാരിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ഈ എററിനെ നമുക്ക് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം, എങ്ങനെ കറക്റ്റ് ചെയ്യാം, അതാണ് നമ്മൾ ഇതിലകത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എറർ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി പാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? പാരിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു കോഡിൽ രണ്ട് തരത്തിലുള്ള പാരിറ്റി നമുക്ക് പറയാം. ഈവൺ പാരിറ്റി, ഓഡ് പാരിറ്റി. നമ്പർ ഓഫ് വൺസ്, ഒരു കോഡിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് വൺസിനെ വെച്ചിട്ടാണ് നമ്മൾ പാരിറ്റി പറയാം. അപ്പോൾ നമ്മൾ ഒരു ഇൻഫർമേഷൻ എടുത്ത്, ഒരു ഡിജിറ്റൽ ഡാറ്റ എടുത്താൽ അതിൽ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഓഡ് ആണെങ്കിൽ അതിന് ഓഡ് പാരിറ്റി എന്ന് പറയും. നമ്പർ ഓഫ് വൺസ് ഈവൺ ആണെങ്കിൽ അതിന് ഈവൺ പാരിറ്റി എന്ന് പറയും. ഓക്കെ, അതാണ് ഓഡ് പാരിറ്റിയും ഈവൺ പാരിറ്റിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ നമ്മളൊരു ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുന്നു, ദാറ്റ് ഈസ് 1001 എന്ന് പറയുന്ന ഇൻഫർമേഷൻ നമ്മൾ സെൻഡ് ചെയ്യുന്നു. ഈ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻഫർമേഷൻ്റെ കൂടെ നമ്മളൊരു എക്സ്ട്രാ പാരിറ്റി ബിറ്റ് ആഡ് ചെയ്യുന്നു. ഇതിൻ്റെ കൂടെ ഇൻഫർമേഷൻ്റെ കൂടെ ഒരു എക്സ്ട്രാ പാരിറ്റി ബിറ്റ് ആഡ് ചെയ്യുന്നു. അപ്പോൾ അത് എത്രയായി? 5 ബിറ്റ് നമ്പറായിട്ട് മാറി. ഓക്കെ, നമുക്ക് വേണ്ടുന്ന പാരിറ്റി എന്ന് പറയുന്നത് ഓഡ് പാരിറ്റിയിലാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ സെൻഡ് ചെയ്യുന്ന എക്സ്, അല്ലെങ്കിൽ ഈ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കണം. കാരണം ഇപ്പോൾ ഇതിലുള്ള നമ്പർ ഓഫ് വൺസ് എത്രയാ? 2 വൺസേ ഉള്ളൂ. 2 വൺസ് എന്ന് പറഞ്ഞാൽ ഈവൺ അല്ലേ? നമുക്ക് ഓഡ് പാരിറ്റിയാണ് വേണ്ടതെങ്കിൽ, ഓഡ് പാരിറ്റിയിലാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ എത്ര കൊടുക്കും? 1 കൊടുക്കും. അപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ എത്രയായിട്ട് മാറും? 1 0 0
1 1 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ട്രാൻസ്മിറ്ററിന് അറിയാം ട്രാൻസ്മിറ്റർ സെൻഡ് ചെയ്യുന്ന ഡാറ്റ 1 0 0 1 1 എന്ന് പറയുന്ന ഡാറ്റ ഏത് പാരിറ്റിയിലാണ്? ഓഡ് പാരിറ്റിയിലാണ് സെൻഡ് ചെയ്യുന്നതെന്ന് പറയാം. ഇത് റിസീവറിൽ എത്തുന്ന സമയത്ത് എറർ സംഭവിക്കും. ആക്ച്വലി എറർ എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ കയ്യിലുള്ള ബിറ്റ് സീക്വൻസിലെ സീറോസ് 1 ആവുക, 1s 0 ആവുക. ഒരു 0 1 ആയാലും അത് എററാണ്. ഇൻഫർമേഷൻ വേറെ അല്ലേ വരുന്നത്. 1 0 0 1 പകരം 1 0 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ വേറെ ആയില്ലേ. അപ്പോൾ ഒരു ബിറ്റ് മാറുന്നതിന് നമ്മൾ എറർ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ സെൻഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ബിറ്റ് ചേഞ്ച് ആയി എന്ന് വിചാരിക്കുക. അപ്പം 1 0 1 1 1 ഇങ്ങനെയാണ് ബിറ്റ് റിസീവ് ചെയ്തതെന്ന് വിചാരിക്കാം. അപ്പോൾ ട്രാൻസ്മിറ്ററിന് അറിയാം പാരിറ്റി, ഏത് പാരിറ്റിയിലാണ് ഇൻഫർമേഷൻ സെൻഡ് ചെയ്തത്? ഓഡ് പാരിറ്റിയിലാണ് ഇൻഫർമേഷൻ സെൻഡ് ചെയ്തത്. ഓക്കെ, റിസീവറിനും അറിയാം ഓഡ് പാരിറ്റിയിലുള്ള ഡാറ്റയാണ് വരുന്നത്. പക്ഷെ റിസീവറിൽ ഡാറ്റ റിസീവ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ പാരിറ്റി നോക്കുന്ന സമയത്ത് 1 2 3 4. അപ്പോൾ റിസീവർ ഡിറ്റക്ട് ചെയ്യും ദ റിസീവ്ഡ് കോഡ് കണ്ടെയ്ൻസ് ഈവൻ പാരിറ്റി. അപ്പോൾ പാരിറ്റി മാച്ച് ആവുന്നില്ല. അപ്പോൾ എന്ത് ഡിറ്റക്ട് ചെയ്തു? അവിടെ എറർ ഡിറ്റക്ട് ചെയ്തു. ഇതാണ് പാരിറ്റി വെച്ചിട്ട് എറർ ഡിറ്റക്ട് ചെയ്യുന്ന മെക്കാനിസം. ഓക്കെ, അപ്പോൾ ട്രാൻസ്മിറ്ററിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന ഡാറ്റയുടെ കൂടെ നമ്മൾ പാരിറ്റി ബിറ്റ് ആഡ് ചെയ്തെടുക്കും. ആക്ച്വലി ഇതൊരു ബേസിക് ഓപ്പറേഷൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ശരിക്കും നടക്കുന്ന ഓപ്പറേഷൻ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ വളരെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിനും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും എഴുതാനൊക്കെ ഇങ്ങനത്തെ സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറയുന്നതാണ് എളുപ്പം. അപ്പോൾ നമ്മളൊരു ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു പാരിറ്റി ബിറ്റ് ആഡ് ചെയ്യുന്നു. ആ പാരിറ്റി ബിറ്റ് ആഡ് ചെയ്യുന്നതോടുകൂടി ഈ നമ്പറിനൊരു പ്രത്യേക പാരിറ്റി വരും. ഒന്നുകിൽ ഈവൻ പാരിറ്റി അല്ലെങ്കിൽ ഓഡ് പാരിറ്റി വരും. അതേ പാരിറ്റി തന്നെ റിസീവറിലും ഡിറ്റക്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഡിറ്റക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എറർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാരിറ്റി വെച്ചിട്ട് എററിനെ ഡിറ്റക്ട് ചെയ്യുന്നു. ഇനി ഇതിനെ കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ നമ്മൾ പറയണ്ടേ? ഡിറ്റക്ട് ചെയ്യുന്നത് മാത്രം പറഞ്ഞാൽ പോരാ, കറക്ഷനും കൂടെ പറയണം. അപ്പോൾ ആക്ച്വലി നമ്മൾ എറർ പാരിറ്റി വെച്ചിട്ട് ഡിറ്റക്ഷനും ചെക്കിങ്ങിനും വേണ്ടിയിട്ട്, കറക്ഷനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹാമിംഗ് കോഡാണ്. ഹാമിംഗ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെ ഒരു ഡാറ്റേനെ നമ്മളൊരു രീതിയിലേക്ക് കോഡ് ചെയ്യും, ഹാമിംഗ് കോഡാക്കിയിട്ട് മാറ്റും, എന്നിട്ട് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിസീവറിൽ എത്തുന്ന സമയത്ത് അവർക്ക് എറർ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഉണ്ടെങ്കിൽ തന്നെ എവിടെയാണ് എറർ എന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഹാമിംഗ് കോഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എറർ കറക്ഷനും ഡിറ്റക്ഷനും ചെയ്യുന്നത്. കുറേ കോഡ്സ് ഉണ്ട്, അതിൽ ഒരു ടൈപ്പ് ഓഫ് കോഡാണ് ഹാമിംഗ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാമിംഗ് കോഡിന് നമ്മൾ ജനറലി ഹാമിംഗ് കോഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹാമിംഗ് കോഡ് വിത്ത് 2 പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ അതിൻ്റെ കൂടെ എഴുതുക. കെ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ, എം എന്ന് പറയുന്ന പാരാമീറ്റർ. അതിൽ എം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഡാറ്റ എത്ര ബിറ്റ് ഉണ്ടോ അതാണ് എം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പാരിറ്റി ഉപയോഗിച്ച് നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് 5 ബിറ്റ്സ് ഓഫ് ഡാറ്റ ആണെങ്കിൽ ആ 5 ബിറ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? പാരിറ്റി ബിറ്റ്സ് ആഡ് ചെയ്യും. എത്ര പാരിറ്റി ബിറ്റ്സ് ആഡ് ചെയ്യും? അതിനൊരു റൂൾ ഉണ്ട്. അത് പ്രകാരം നമ്മൾ പാരിറ്റി ബിറ്റ്സ് ആഡ് ചെയ്യും. ആഡ് ചെയ്തതിന് ശേഷം ആ കോഡ് മൊത്തത്തിൽ അതിൻ്റെ ലെങ്ത് മാറൂലേ? അതായത് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് എക്സാമ്പിളായിട്ട് 1010 ആണെന്ന് വിചാരിക്കുക. ഒരു 4 ബിറ്റ് ഡാറ്റയാണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പാരിറ്റി ബിറ്റ് ആഡ് ചെയ്യാണ്. പാരിറ്റി ബിറ്റ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 3 പാരിറ്റി ബിറ്റ് ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മൊത്തം കോഡ് വേർഡ് ലെങ്ത് എത്രയായി? 7 ബിറ്റ് ആയില്ലേ? ഈ 7 ആണ് എന്ത്? കെ. അപ്പോൾ 7 4 ഹാമിംഗ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ 7 ബിറ്റ് ഡാറ്റയാണ്. അതിൻ്റെ അകത്ത് മെസ്സേജ് 4 ബിറ്റേ ഉള്ളൂ. ബാക്കി 3 ബിറ്റും എന്താണ്? പാരിറ്റി ബിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ വെറുതെ അങ്ങനെ പാരിറ്റി ബിറ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല. പാരിറ്റി ബിറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരൊറ്റയടിക്ക് ആഡ് ചെയ്യല്ലേ ചെയ്യുക. അതിനൊക്കെ സർട്ടൻ റൂൾസ് ഉണ്ട്. അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഹാമിംഗ് കോഡ് വെച്ച് എങ്ങനെയാണ് എറർ ഡിറ്റക്ഷൻ കിട്ടുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്ന എക്സാമ്പിളായിട്ട് നമ്മൾ 1001 എന്ന് പറയുന്ന ഡാറ്റയാണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ഓക്കെ, അതിൽ 4 ബിറ്റ് ഡാറ്റയാണ്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എത്രയായിരിക്കും? എമ്മിൻ്റെ വാല്യൂ 4 ആയിരിക്കും. ഓക്കെ, ഇനി എത്ര പാരിറ്റി നമ്മൾ ആഡ് ചെയ്യണം? അതിനുള്ള റൂൾ എന്ന് പറയുന്നത് 2 raised to p ഷുഡ് ബി ഗ്രേറ്റർ ദാൻ m + p + 1 എന്ന് പറയുന്ന ഒരു റൂളാണ്. അതായത് ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് എത്ര പാരിറ്റി ബിറ്റ് ആഡ് ചെയ്യണം,
ആ പാരിറ്റി ബിറ്റിൻ്റെ എണ്ണം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ റിലേഷൻ കറക്റ്റായിട്ട് വരണം. അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്ന പാരിറ്റി ബിറ്റ് എന്ന് പറയുന്നത് 3 പാരിറ്റി ബിറ്റ്സ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും എന്താവും 2⁻3 8 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 4 + 3 + 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കിട്ടും അല്ലേ. അപ്പോൾ പി എന്ന് പറയുന്നത് നമുക്ക് 3 കൊടുക്കാം. അപ്പോൾ ഒരു മെസ്സേജിന് നമ്മൾ 4 ബിറ്റ് മെസ്സേജിന് നമ്മൾ 3 പാരിറ്റി ബിറ്റ് ആഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ മൊത്തം എത്ര ബിറ്റ് ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത്? 4 + 3 7 ബിറ്റ് ആയിരിക്കും സെൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് വെറുതെ അങ്ങനെ എവിടെയാണ് നമ്മൾ ഈ പാരിറ്റി ബിറ്റ്സ് ആഡ് ചെയ്യുക? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സീക്വൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ അസ്യൂം ചെയ്യാം. ബിറ്റ് 1, ബിറ്റ് 1, ബിറ്റ് 2, ബിറ്റ് 3, ബിറ്റ് 4, ബിറ്റ് 5, ബിറ്റ് 6, ബിറ്റ് 7. ഓക്കെ, 7 ബിറ്റാണ് മൊത്തം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിൽ എവിടെയൊക്കെയാണ് പാരിറ്റി ബിറ്റ് ആഡ് ചെയ്യുക? ആക്ച്വലി പാരിറ്റി ബിറ്റ് ആഡ് ചെയ്യുക 2ന്റെ പവേഴ്സ് വരുന്ന സ്ഥലങ്ങളിലാണ്. അതായത് 2⁻0, 2⁻1, 2⁻2, 2⁻3 ഇവിടെയൊക്കെയാണ് നമ്മൾ പാരിറ്റി ബിറ്റ്സ് ആഡ് ചെയ്യുക. 2⁻0 എന്ന് പറഞ്ഞാൽ 1, 2⁻1 എന്ന് പറഞ്ഞാൽ 2, 2⁻2 എന്ന് പറഞ്ഞാൽ 4, 2⁻3 എന്ന് പറഞ്ഞാൽ 8. ഇങ്ങനെയുള്ള ലൊക്കേഷൻസിലാണ് നമ്മൾ പാരിറ്റി ബിറ്റ്സ് ആഡ് ചെയ്യുക. അപ്പോൾ 1, 2, 4, 8 അതായത് ഫസ്റ്റ് ബിറ്റിൻ്റെ അവിടെ നമ്മൾ പാരിറ്റി ആഡ് ചെയ്യും, സെക്കൻഡ് ബിറ്റിൻ്റെ അവിടെ നമ്മൾ പാരിറ്റി ആഡ് ചെയ്യും, പിന്നെ വരുന്നത് ഫോർത്ത് ബിറ്റിൻ്റെ അവിടെ നമ്മൾ പാരിറ്റി ആഡ് ചെയ്യും. ഓക്കെ, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മളെ ഡാറ്റ എന്താണോ അത് സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ പാരിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? ഇവിടെ പാരിറ്റി ബിറ്റ്, ഇവിടെ പാരിറ്റി ബിറ്റ്, ഇവിടെ 1, ഇവിടെ വീണ്ടും പാരിറ്റി ബിറ്റ് 0, 0, 1. അപ്പോൾ നമുക്ക് സെൻഡ് ചെയ്യേണ്ട ബിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1, 0, 0, 1. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? മെസ്സേജിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇനി ഈ പാരിറ്റി ബിറ്റ്സ് എന്താ കൊടുക്കുക അതും പറയണ്ടേ. അപ്പോൾ പാരിറ്റി ബിറ്റ് എന്ത് ആഡ് ചെയ്യണം? ഇവിടെ 1 കൊടുക്കണോ 0 കൊടുക്കണോ? ഇവിടെ 1 കൊടുക്കണോ 0 കൊടുക്കണോ? ഇവിടെ 1 കൊടുക്കണോ 0 കൊടുക്കണോ എന്ന് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ ബിറ്റ് പൊസിഷൻസിനും നമ്മൾ അതിൻ്റെ പൊസിഷൻസിന് നമ്മൾ ബൈനറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് ഫസ്റ്റ് പൊസിഷൻ ആയതുകൊണ്ട് അതിന് 0, 0, 1 കൊടുക്കുക. ദിസ് ഈസ് 0, 1, 0, ദിസ് ഈസ് 0, 1, 1, ദിസ് ഈസ് 1, 0, 0, ദിസ് ഈസ് 1, 0, 1, ദിസ് ഈസ് 1, 1, 0 ആൻഡ് 1, 1, 1. ഇങ്ങനെ ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുക ഓരോ പൊസിഷനും. ഫസ്റ്റ് ബിറ്റ്, സെക്കൻഡ് ബിറ്റ്, തേർഡ് ബിറ്റ്, ഫോർത്ത് ബിറ്റ്, അങ്ങനെ ബിറ്റ്സ് ആയിട്ട് ഓരോ പൊസിഷന് ബൈനറി റെപ്രസെൻറ്റേഷൻ കൊടുക്കുക. ഫസ്റ്റ് പാരിറ്റി ബിറ്റിൻ്റെ പാരിറ്റി എന്ത് കൊടുക്കണം എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളെ നോക്കുക. ഇവിടെയുള്ള ആളെന്താ? 0, 0, 1. 0, 0, 1ന്റെ എൻഡിൽ LSBയിലല്ലേ 1 കിടക്കുന്നത്? LSBയിൽ 1 കിടക്കുന്ന വേറെ ഏതൊക്കെ കോമ്പിനേഷൻ ഉണ്ട്? ഇവിടെ LSBയിൽ 1 ഉണ്ട്, ഒന്ന് റെഡിൽ മാർക്ക് ചെയ്യാം. ഇവിടെ LSBയിൽ 1 ഉണ്ട്, ഇവിടെ LSBയിൽ 1 ഉണ്ട്, ഇവിടെ LSBയിൽ 1 ഉണ്ട്. ഓക്കെ, ഇവിടെ ഓൾറെഡി ബിറ്റ് ഉണ്ട് എന്താ? 1. ഇവിടെ ഓൾറെഡി ബിറ്റ് ഉണ്ട് എന്താ? 0. ഇവിടെ ഓൾറെഡി ബിറ്റ് ഉണ്ട് എന്താ? 1. അപ്പോൾ 1, 0, 1 എന്ന് പറയുന്ന ബിറ്റ്സ് ഓൾറെഡി പ്രസന്റ് ആണ്. നമുക്ക് വേണ്ടത് P1 എന്ന് പറയുന്ന പൊസിഷനിലുള്ള ബിറ്റ് ആണ്. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈവൺ പാരിറ്റിയിലാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ പൊസിഷനിൽ 1 ഉണ്ട്, ഈ പൊസിഷനിൽ 0 ഉണ്ട്, ഈ പൊസിഷനിൽ 1 ഉണ്ട്. അപ്പോൾ ഈവൺ പാരിറ്റി ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. 1, 1 രണ്ട് വൺസ് വന്നു, ഈവൺ പാരിറ്റി ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ പൊസിഷനിൽ കൊടുക്കുന്ന പാരിറ്റി ബിറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോഴല്ലേ അത് ഈവൺ പാരിറ്റി ആവുള്ളൂ. അപ്പോൾ P1 എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണം? 0. ഇതേപോലെ P2നെ കണ്ടുപിടിക്കണം. എങ്ങനെ P2നെ കണ്ടുപിടിക്കാം? ഇതേപോലെ തന്നെ P2ന്റെ പൊസിഷൻ നോക്കുക. P2ന്റെ പൊസിഷൻ നോക്കിയിട്ട് ആ പൊസിഷനിൽ എവിടെയാണ് 1 കിടക്കുന്നത് നോക്കി. എവിടെ 1 കിടക്കുന്നത്? മിഡിലാണ് 1 കിടക്കുന്നത് അല്ലേ? മിഡിലിൽ 1 കിടക്കുന്ന കേസസ് ഒന്ന് നോക്കിയേ. ഇവിടെ മിഡിലാണ് 1 കിടക്കുന്നത്, ഇവിടെ മിഡിലാണ്, ഇവിടെ മിഡിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഇവിടെയുള്ള ഡാറ്റ എത്രയാ? 1. ഇവിടെയുള്ള ഡാറ്റ എത്രയാ? 0. ഇവിടെയുള്ള ഡാറ്റ എത്രയാ? 1. അപ്പോൾ ഓൾറെഡി ഈവൺ പാരിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ P2 എന്ന് പറയുന്ന ബിറ്റും എന്തായിരിക്കണം? P2 വാല്യൂ ഓൾസോ ഷുഡ് ബി 0. അപ്പോൾ രണ്ടാമത്തെ ബിറ്റ് നമുക്ക് കിട്ടി. ഇനി മൂന്നാമത്തെ ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യണം, P3 ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? P3യുടെ ലൊക്കേഷൻ നോക്കുക. 1, 0, 0. ഇവിടെ MSBയിലാണ് 1. MSBയിൽ 1 കിട്ടുന്നത് ഇവിടെ MSBയിൽ 1, ഇവിടെ MSBയിൽ 1, ഇവിടെ MSBയിൽ 1. ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 1. ഓഡ് പാരിറ്റി. അപ്പോൾ ഈവൺ പാരിറ്റി ആക്കണമെങ്കിൽ P3യുടെ വാല്യൂ എത്രയായിരിക്കും? P3യുടെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഡാറ്റ എന്തായിരിക്കും? 0, 0, 1, 1, 0, 0,
1. ഇതായിരിക്കണം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നമ്പർ. ഇപ്പോൾ ഹാമിംഗ് കോഡ് 74 എന്ന് പറയുന്ന ഹാമിംഗ് കോഡ് വെച്ചിട്ട് 1001 എന്ന് പറയുന്നതിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ വരിക? 00111001. കണ്ടോ, ഇതിൽ ഡയറക്റ്റ്ലി നമുക്ക് പാരിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈവൻ പാരിറ്റി കാണാൻ പറ്റില്ല. പക്ഷേ ഓപ്പറേഷൻ വൈസ് നമ്മൾ ഈവൻ പാരിറ്റി അച്ചീവ് ചെയ്തിട്ടാണ് അയക്കുന്നത്. ഇനി ഇതാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതി. പാരിറ്റി വെച്ചിട്ട് എങ്ങനെയാണ് കോഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു എറർ സംഭവിക്കുകയാണെങ്കിൽ എങ്ങനെ എററിനെ ഡിറ്റക്ട് ചെയ്യാം? അപ്പോൾ ഈ ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തു, ഹാമിംഗ് കോഡ് വെച്ചിട്ട് ഈ ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തു. പാരിറ്റി ബിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തത്. ഓക്കെ, ഈ ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവറിലെത്തുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട മെസ്സേജ് എന്ന് പറയുന്നത് 4 ബിറ്റ് മെസ്സേജ് 1001നെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. m=4 ആണ്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ 3 ബിറ്റ് പാരിറ്റി ആഡ് ചെയ്തു. അപ്പോൾ മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് 7 ബിറ്റായി. എന്നിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ബിറ്റ്സ് എന്ന് പറയുന്നത് ഏതാണ്? 0011 നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തു. ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് റിസീവ് ചെയ്യുന്നിടയ്ക്ക് ഇതിൽ ഒരു എറർ സംഭവിച്ചു എന്ന് വിചാരിക്കാം. അതായത് കിട്ടുന്ന നമുക്ക് അവിടെ റിസീവറിൽ കിട്ടുന്ന കോഡ്, സപ്പോസ് ദ കോഡ് റിസീവ്ഡ് ഈസ് 001101 ആണ് നമുക്ക് കിട്ടിയ കോഡ്, റിസീവർ റിസീവ് ചെയ്യുന്ന കോഡ് എന്ന് വിചാരിക്കാം. അപ്പോൾ എറർ സംഭവിച്ചു നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം, കാരണം നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ എന്താണെന്ന് നമുക്കറിയാം. അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ എറർ സംഭവിച്ചു എന്ന് പറയുന്നത്. കാരണം ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് ഇത് റിസീവ് ചെയ്താൽ തീർച്ചയായിട്ടും ഇവിടെ എറർ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആൾ എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്തതെന്ന് റിസീവർക്ക് അറിയില്ലല്ലോ. ആക്ച്വൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയല്ലേ വർക്ക് ചെയ്യുന്നത്. റിസീവർക്ക് അറിയാമെങ്കിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ട്രാൻസ്മിറ്റ് ചെയ്ത ഡാറ്റ തന്നെയാണോ റിസീവ് ചെയ്തതെന്ന് റിസീവർ കണ്ടുപിടിക്കണം. പാരിറ്റി ചെക്ക് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ റിസീവർ ഈ ഡാറ്റ റിസീവ് ചെയ്തു. ഓക്കെ, റിസീവർക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഡാറ്റ എന്താണെന്നുള്ളത് റിസീവർക്ക് അറിയില്ല. റിസീവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇത്. എത്ര ബിറ്റ് മെസ്സേജാണ് സെൻഡ് ചെയ്തത്, എത്ര പാരിറ്റി ബിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ പൊസിഷനിലാണ് പാരിറ്റി ബിറ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ, പൊസിഷൻസ് നോൺ ആണ്. 20, 2:0, 2:1, 2:2, 2:3 ആ പൊസിഷൻസിലായിരിക്കും പാരിറ്റി ബിറ്റ് ആഡ് ചെയ്യുക എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലോ ആണ്. അപ്പോൾ പാരിറ്റി ബിറ്റ് എവിടെയൊക്കെയാണുള്ളതെന്നും അറിയാം. അപ്പോൾ പാരിറ്റി ബിറ്റ് എവിടെയാണെന്നുള്ളത് ആദ്യം എന്ത് ചെയ്യും? റിസീവർ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ഉള്ളത് പാരിറ്റി ബിറ്റ് ആയിരിക്കും, സെക്കൻഡ് പൊസിഷനിലുള്ളത് പാരിറ്റി ബിറ്റ് ആയിരിക്കും, ഫോർത്ത് പൊസിഷനിലുള്ളത് പാരിറ്റി ബിറ്റ് ആയിരിക്കും എന്ന് ആര് ഐഡൻറ്റിഫൈ ചെയ്യും? റിസീവർ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ 3 പാരിറ്റി ബിറ്റ് ഉണ്ടെങ്കിൽ ഇത് 3 പാരിറ്റി ചെക്ക് പെർഫോം ചെയ്യും. ഒരു പാരിറ്റി ചെക്ക് മെത്തേഡ് വെച്ചിട്ടാണ് എറർ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ 3 പാരിറ്റി ബിറ്റ് ഉണ്ടെങ്കിൽ 3 പാരിറ്റി ചെക്ക് പെർഫോം ചെയ്യും. അതിൽ ഓരോ ചെക്ക് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ചെക്ക് C1 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ചെക്ക് എന്ന് വിചാരിക്കാം. ഫസ്റ്റ് ചെക്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരിറ്റി ആയിട്ട് കിട്ടിയ ബിറ്റ് അവിടെ എഴുതും 0. ഓക്കെ, ഫസ്റ്റ് പാരിറ്റി ബിറ്റ് എഴുതും. ഇനി നമ്മൾ നേരത്തെ നോക്കിയില്ലേ, നേരത്തെ ഇങ്ങനെ ഒരു റൂള് നോക്കിയിട്ടല്ലേ നമുക്ക് ഈ പാരിറ്റി ബിറ്റ് ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് കിട്ടിയത്. അതേ റൂള് നമ്മൾ ഇവിടെ ഒന്നും കൂടെ പെർഫോം ചെയ്യും. അതായത് 110. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇയാളെ അല്ലേ. ഇയാളുടെ കൂടെ 4 ആൾക്കാരെ കൺസിഡർ ചെയ്യും. അതായത് LSB 1 വരുന്ന ആൾ ആരൊക്കെയാ? ഒരു ഇയാള്, ഒരു ഇയാള്, ഒരു ഇയാള്. ഓക്കെ, ഈ പൊസിഷനിലുള്ള ബിറ്റ്സ് ഏതൊക്കെയാന്ന് നോക്കിയേ. ഫസ്റ്റ് പൊസിഷൻ, ഈ പൊസിഷനിൽ 0 ആണ്, ഈ പൊസിഷനിൽ വരുന്നത് 1 ആണ്, ഈ പൊസിഷനിൽ വരുന്നത് 0 ആണ്, ഈ പൊസിഷനിൽ വരുന്നത് 1 ആണ്. ഈവൻ പാരിറ്റിയിലാണ് സെൻഡ് ചെയ്തത് എന്ന് പറയാം കേട്ടോ റിസീവറിന് അറിയാം. ദ കോഡ് വാസ് സെൻഡ് വിത്ത് ഈവൻ പാരിറ്റി. ഈ കാര്യങ്ങളൊക്കെ റിസീവറിന് അറിയുന്ന കാര്യങ്ങളാണ്. ഇവിടെ നോക്കിയപ്പോൾ 0, 1, 0, 1. ഇവിടെ 0, പിന്നെ LSB 1 വരുന്നത് അടുത്ത ലൊക്കേഷൻ 1 കിട്ടി, അടുത്ത ലൊക്കേഷൻ LSB വരുന്നിടത്ത് 0 കിട്ടി, അടുത്ത ലൊക്കേഷനിൽ LSB 1 വരുന്നിടത്ത് 1 കിട്ടി. അപ്പോൾ ഫസ്റ്റ് പാരിറ്റി ചെക്ക് നോക്കിയ സമയത്ത് നമുക്ക് കിട്ടിയ ബിറ്റ്സ് എന്ന് പറയുന്നത് 0, 1, 0, 1. ഓക്കെ, ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തത് ഈ കോഡല്ലേ. ആക്ച്വലി റിസീവ് ചെയ്ത കോഡ് അതല്ലല്ലോ. റിസീവ് ചെയ്ത കോഡ് അതല്ല, ഇത് വേണ്ടേ കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് ഫസ്റ്റ് 0, പിന്നെ 0, പിന്നെ 1, പിന്നെ 1,
പിന്നെ 1, പിന്നെ 0, പിന്നെ 1. ഇതാണ് നമ്മൾ റിസീവ് ചെയ്ത കോഡ്. ഇതിനെയാണ് കേട്ടോ അനലൈസ് ചെയ്യുന്നത്. ഇതിലേക്ക് പോരുത്. ഇത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത സമയത്ത് ഹാമിംഗ് കോഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്ത ടെക്നിക്കാണ്. ഇതാണ് റിസീവ് ചെയ്ത കോഡ്. അതിന്റെ ബിറ്റ് പൊസിഷൻസ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഇവിടെ വേണം നോക്കാൻ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഏതാ? P1 എന്ന് പറയുന്ന പാരിറ്റി ബിറ്റ് ആദ്യം ചെക്ക് ചെയ്തു. അതിൽ LSBയിലാണ് 1 കിടക്കുന്നത്. LSBയിൽ 1 കിടക്കുന്ന കോമ്പിനേഷൻസ് അടുത്തത് നോക്കി. ഇതാണ് ഒരു കോമ്പിനേഷൻ. ഓക്കെ, ഇതാണ് അടുത്ത കോമ്പിനേഷൻ, ഇതാണ് അടുത്ത കോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഏതാ? 0, 1, 1, 1. 0, 1, 1, 1. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാരിറ്റി ചെക്ക് നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയ പാരിറ്റി എന്താണ്? ഓഡ്. സെൻഡ് ചെയ്ത പാരിറ്റി ഏതാ? ഈവൺ ആണെന്ന് റിസീവറിന് അറിയാം. അപ്പോൾ ഈ പാരിറ്റി ചെക്ക് നടത്തിയപ്പോൾ എറർ ഉണ്ട് എന്ന് ഡിറ്റക്ട് ചെയ്തല്ലോ, എറർ ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ഈ പാരിറ്റി ചെക്കിനെ നമ്മൾ ബാഡ് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യും. ബാഡ് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യുക. C1 എന്ന് പറയുന്നതിനെ 1 ആയിട്ട് പറയും. അപ്പോൾ ഇറ്റ് മീൻസ് ദ പാരിറ്റി ചെക്ക് ഈസ് ബാഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതുകൊണ്ട് നമുക്ക് എവിടെയാണ് എറർ കിട്ടിയതെന്ന് മനസ്സിലാവില്ല, എറർ ഉണ്ട് എന്ന് മനസ്സിലാവുള്ളൂ. ഇനി സെക്കൻഡ് പാരിറ്റി ചെക്ക് കൺസിഡർ ചെയ്യും. സെക്കൻഡ് പാരിറ്റി ചെക്ക് കൺസിഡർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തിനെ എടുക്കുക? P2നെ എടുക്കും. P2 എന്ന് പറയുന്നത് ഏതാ പൊസിഷൻ നോക്കിയേ? P2 എന്ന് പറയുന്ന പൊസിഷൻ ഇതാണ്. ഇതാണ് P2 പൊസിഷൻ അല്ലേ? ഓക്കെ, P2 പൊസിഷനിൽ 1 ഇരിക്കുന്നത് മിഡിലാണ്. ഓക്കെ, 1 മിഡിൽ ഇരിക്കുന്ന കേസസ് ഏതൊക്കെയാ? ഇവിടെ 1 മിഡിൽ ഇരിക്കുന്നുണ്ട്, ഇതിൽ 1 മിഡിൽ ഇരിക്കുന്നുണ്ട്, ഇവിടെ 1 മിഡിൽ ഇരിക്കുന്നുണ്ട്, ഇവിടെ 1 മിഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ 0, 1, 0, 1 അല്ലേ? അപ്പോൾ 0, 1, 0, 1 എന്ന് പറയുന്നത് ഈവൺ പാരിറ്റി അല്ലേ? 0, 1, 0, 1 ഈവൺ പാരിറ്റി ആണ്. സെൻഡ് ചെയ്ത കോഡ് ഈവണിലാണ്. അപ്പോൾ പാരിറ്റി ചെക്ക് എന്തായിട്ട് റിപ്പോർട്ട് ചെയ്യും? ഗുഡ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യും. ഗുഡ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ C2 എന്ന് പറയുന്നത് ഗുഡ് ആണ് എന്ന്, C2 = 0 കൊടുക്കും. സെക്കൻഡ് പാരിറ്റി. ഇനി തേർഡ് പാരിറ്റി നടക്കുകയെന്ന് വിചാരിക്കാം. തേർഡ് പാരിറ്റി ചെക്ക് എന്ന് പറഞ്ഞാൽ പാരിറ്റി ബിറ്റ് 3നെ വെച്ചിട്ടല്ലേ പെർഫോം ചെയ്യാം. തേർഡ് പാരിറ്റി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം എവിടെയാണ് നമ്മൾ നോക്കുന്നത്? ഈ പൊസിഷനിലാണ്. തേർഡ് പാരിറ്റി ബിറ്റ് കിടക്കുന്നത് ഈ പൊസിഷനിലാണ്. MSBയിലാണ് 1. MSBയിൽ 1 വരുന്ന കേസസ് ഏതൊക്കെയാ? ഇയാൾ MSBയിലാണ് 1, ഇയാൾ MSBയിലാണ് 1, ഇവിടെ MSBയിലാണ് 1, ഇവിടെയും MSBയിലാണ് 1. അപ്പോൾ 1, 1, 0, 1. 1, 1, 0, 1 എന്ന് പറയുന്നത് ഓഡല്ലേ? ഓഡ് നമ്പർ ഓഫ് വൺസ് അല്ലേ? അവിടെയും ഈവൺ പാരിറ്റി ഇല്ല. അപ്പോൾ അടുത്ത കേസിലും പാരിറ്റി ചെക്ക് എന്താവും? ബാഡ് ആവും. അപ്പോൾ C3യുടെ വാല്യൂ എത്രയായിരിക്കും? ബാഡ് ആവും. C3യുടെ വാല്യൂ 1 ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1, 0, 1 എന്ന് പറയുന്നതാണ്. 1, 0, 1 എന്ന് പറയുന്ന പൊസിഷൻ ഏതാ? ഇതല്ലേ 1, 0, 1 എന്ന് പറയുന്ന പൊസിഷൻ. 1, 0, 1 എന്ന് പറയുന്ന പൊസിഷനിൽ എറർ ഉണ്ട് എന്നാണ് ഇപ്പം ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ 1, 0, 1 എന്ന് പറയുന്ന പൊസിഷനിൽ എറർ ഉണ്ടെങ്കിൽ ഇയാളായിരിക്കും എറർ, ഈ കോഡ്. അപ്പോൾ ഈ കോഡ് 1 അല്ല സെൻഡ് ചെയ്തത്, 0 ആണ് സെൻഡ് ചെയ്തതെന്ന് റിസീവറിന് മനസ്സിലാവും. അപ്പോൾ ഈ 5th പൊസിഷനിലുള്ള എറർ കോഡിനെ മാറ്റിയിട്ട് എന്താക്കിയിട്ട് റീപ്ലേസ് ചെയ്യും? 0 ആക്കിയിട്ട് റീപ്ലേസ് ചെയ്യും. കണ്ടോ, ഈ 5th പൊസിഷനിലുള്ള കോഡിനെ 0 ആക്കി റീപ്ലേസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒറിജിനലി ട്രാൻസ്മിറ്റ് ചെയ്ത കോഡ് ഇവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഹാമിംഗ് കോഡ് വെച്ചിട്ട് എറർ ഡിറ്റക്ട് ചെയ്യുന്നതും എറർ കറക്റ്റ് ചെയ്യുന്നതും. അപ്പോൾ ശരിക്കും നമ്മൾ ഇതിൻ്റെ ആൻസർ എഴുതുന്ന സമയത്ത് ഇത്രയും എലാബറേറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരിറ്റി എന്താണ് എന്നുള്ളത് ആദ്യം പറയാം, എറർ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറയാം, പാരിറ്റി യൂസ് ചെയ്തിട്ട് എറർ എങ്ങനെ ഡിറ്റക്ട് ചെയ്യുമെന്ന് പറയാം. അതിനുശേഷം ജസ്റ്റ് ഒരു സ്മോൾ എക്സാമ്പിൾ എടുത്തിട്ട് ഈ സംഭവം പറയാം. അതായത് ഹാമിംഗ് കോഡാണ് പാരിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ട് വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോഡ് എന്ന് പറയുന്നത്. ആ ഹാമിംഗ് കോഡ് അങ്ങനെ ഹാമിംഗ് കോഡാക്കിയിട്ട് ഒരു ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട മെസ്സേജിനെ മാറ്റാം, എങ്ങനെ പാരിറ്റി ബിറ്റ്സ് ആഡ് ചെയ്യാം, ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവറിന് കിട്ടുന്ന സമയത്ത് റിസീവർ എങ്ങനെ എറർ ഡിറ്റക്ട് ചെയ്യുന്നു, എങ്ങനെ എറർ കറക്റ്റ് ചെയ്യുന്നു, ഇത്രയും കാര്യങ്ങൾ ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസറായി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.